الدين كله ولو كره المشركون اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد. സമാദരണീയരായ സ്റ്റേജിൽ സന്നിഹിതരായ ഉലമാക്കളെ, ഉമറാക്കളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റി സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തും നടത്തുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തുന്ന മൻസിൽ ത്വയ്ബ എന്ന വീട് നിർമ്മാണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന കർമ്മം കണ്ണൂർ ജില്ലയിൽ ഈ കടവത്തൂർ പ്രദേശത്ത് കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വത്തിന്റെ അനുഗ്രഹീത വസന്തം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയുടെ ജില്ലാ കമ്മിറ്റി ചേർന്നതിന്റെ ശേഷമാണ് ഞാനും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് PC മുഹമ്മദ് ഇബ്രാഹിം ജില്ലാ സെക്രട്ടറിയും ഇങ്ങോട്ട് പുറപ്പെട്ടത്. ഈ വരുന്ന മെയ് മാസത്തിൽ 19-ാം തീയതി കോഴിക്കോട് ജില്ലാ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും നടക്കുകയാണ്. അടുത്ത ദിവസത്തിൽ തന്നെ മലപ്പുറം ജില്ലയിലും തൊട്ടടുത്ത് പാലക്കാട് ജില്ലയിലും നടക്കാനിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയുടെയും സംസ്ഥാന തലത്തിന്റെയും ഉദ്ഘാടനമാണ് 60 വീടുകൾ എന്ന തോതിൽ സംസ്ഥാനത്തിന്റെ സമീപ സംസ്ഥാനങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ഭവനങ്ങൾ സാധുക്കൾക്ക് വേണ്ടി നിർമ്മിക്കണം എന്നാണ് SYSന്റെ സംസ്ഥാന സമിതി തീരുമാനിച്ചത്. കടവത്തൂർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം നന്മയുടെ കൂടെ കഴിഞ്ഞ എല്ലാ കാലത്തും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒപ്പം ചേർന്നുകൊണ്ട് പാവങ്ങളെ സഹായിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. നമ്മുടെ സമീപ സ്ഥലങ്ങളിലൊക്കെയുള്ള ബഹുമാന്യ സമസ്തയുടെ നേതാക്കളുടെയും ഉമറാക്കളായ ഉമറാക്കൾ ഈ പ്രദേശവും ഇതിന്റെ സമീപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നന്മയുടെ കൂടെ പാവങ്ങളെ സഹായിക്കാൻ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ നിർമ്മാണത്തിന് ഒന്നിന്റെ ശിലാസ്ഥാപനം ഇവിടെ നിർവഹിക്കപ്പെടുകയും ഒന്നി പ്രദേശ കടത്തൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ഏത് ശ്രമത്തെയും വിജയിപ്പിച്ച പാരമ്പര്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരുപാട് തിരക്കിന്റെ ഇടയിലും സംസ്ഥാനത്തെ വീട് കടവത്തൂരാണ് ഉദ്ഘാടനം അറിയൂ. കേരള പ്രസിദ്ധ പ്രദേശമല്ല തന്നെ ഇത് ഹൈദർ ആദ്യ ഫൗണ്ടേഷന്റെ അതിന്റെ ഉദ്ഘാടനത്തിന്റെ അതിന്റെ ശിലാസ്ഥാപനം കണ്ടെത്തിയത്. കേരളത്തിലെ മൊത്തം ഈ പ്രദേശത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സംസ്ഥാനത്തെ എല്ലാ
സമിതികൾ ചേരുമ്പോഴും ഭവന നിർമ്മാണ പദ്ധതി കടവത്തൂർ തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ചർച്ചകൾ ഇനി മുന്നോട്ട് പോവുക. കേരള മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽ നിർണായക പങ്കുവഹിക്കാവുന്ന ഈ ഭവന പദ്ധതി കടവത്തൂർ വെച്ചുകൊണ്ട് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അത് ഇവിടെ ശിലാസ്ഥാപനം കുറിക്കപ്പെടുമ്പോൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലാ സ്ഥലത്തും ഇത് ലൈവായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. SKSSFന്റെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ കടവത്തൂരിനെ വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ മലയാളി മുസ്ലിം സുഹൃത്തുക്കളുടെയും ഇതര ഭാഷകൾ സംസാരിക്കുന്ന ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ലാസ് റൂമിനെ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇപ്പോൾ ഇത് ശ്രദ്ധിക്കാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു നന്മയുടെ തുടക്കം കുറിക്കപ്പെടുന്നു എന്നതാണ് ഈ കടവത്തൂരിലെ ഈ വേദി നൽകപ്പെടുന്ന ഏറ്റവും വലിയ സന്ദേശം. ആ ഒരു തുടക്കം കുറിക്കപ്പെടുന്ന സദസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഈ വിനീതനും സന്തോഷിക്കുകയാണ്. ഒരു നീണ്ട പ്രസംഗം ഇവിടെ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. എന്റെ ശേഷം അഭിമന്യനായ മുഹമ്മദ് രാമന്തളി കുറ്റ്യാടിയിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ച് അവസാനിക്കുകയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേരും. എന്റെ ബഹുമാന്യനായ സുഹൃത്തും SYSന്റെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട മലയമ്മ അബൂബക്കർ ബാക്കവി ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കേണ്ടി വന്നു. ഒരു മാരത്തോൺ പ്രസംഗം പോലെ അദ്ദേഹം ഈ സ്റ്റേജിൽ നിങ്ങളെ ബുദ്ധിമുട്ടാക്കാത്ത രൂപത്തിൽ പ്രഭാഷകന്മാരുടെ ഗ്യാപ്പുകൾ നികത്തിക്കൊണ്ട് ഒട്ടേറെ മുഖ്യപ്രഭാഷണം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് നന്ദി അറിയിക്കുക കൂടി ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭവന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഉറങ്ങിക്കഴിഞ്ഞിട്ട് കൂർക്കം വലിക്കാൻ വേണ്ടി കൽപ്പറ്റയിൽ ഒരുമിച്ച് കൂടിയ ആളുകളുണ്ട്. സുന്നി യുവജന സംഘത്തിന്റെ 60ാം വാർഷികം നടത്താൻ ഞങ്ങളാണ് യോഗ്യർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് അവർ വെളിച്ചത്ത് വന്നവരുണ്ട്. കേവലം ഒരു സമ്മേളനം നടത്തുക മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകുന്ന SYS ചെയ്യുന്നത്. നിർധനരായ ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും തണൽ വൃക്ഷങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് ഈ നാടിനും ഈ സംസ്ഥാനത്തിനും അഭിമാനകരമായ ഒരു നവോത്ഥാന പ്രവർത്തനത്തിന് SYSന്റെ 60ാം വാർഷിക സമാപന സമ്മേളനത്തോടുകൂടി തുടക്കം കുറിച്ചതാണ്. ഇന്ന് ചില ആളുകൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി ഒരു കുട്ടി ഫേസ്ബുക്കിൽ കമന്റ് നടത്തിയതുപോലെ ബാപ്പയ്ക്ക് 25ഉം മകന് 60ഉമാകുന്ന വിരോധാഭാസമാണ് അവർ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാവട്ടെ ആ സംഘടന രൂപീകരിച്ച് പാണക്കാട് തങ്ങന്മാരെയും മഹാനായ കണ്യത്തുസ്താദിനെയും ശംസുൽ ഉലമയെയും ആക്ഷേപിച്ചുകൊണ്ട് ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ മുസ്ലിം നേതൃത്വത്തെ അവഹേളിച്ചതിന്റെ പേരിൽ സമൂഹം മാറ്റി നിർത്തിയവർ അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചരിത്രത്തെ വക്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്ര വക്രീകരണമാണ് ഇന്ന് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വക്രീകരണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് കുറച്ച് ദിവസം മുമ്പ് ജമാഅത്തെ ഇസ്ലാമി കേരള മുസ്ലിമീങ്ങളുടെ ഇടയിൽ ശ്രമിച്ചതും. ചരിത്രം വക്രീകരിക്കുന്നത് എന്തുകൊണ്ടാ? ഞങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് അറിയിക്കാനാണ്. ഞങ്ങളും ഇവിടെ ജീവിച്ചു പോയവരാണ്, ഞങ്ങളും ഈ നാട് പരിഗണിക്കപ്പെടേണ്ടവരാണ്, ഞങ്ങളെ അങ്ങനെ തള്ളേണ്ടവരല്ല എന്ന് പറഞ്ഞു നിൽക്കാൻ വേണ്ടി
കേരള മുസ്ലിമീങ്ങളുടെ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടാണ് മതരാഷ്ട്രവാദികൾ ശ്രമം നടത്തിയത്. സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആത്മീയ നേതൃത്വത്തെ മുഴുവനും തള്ളിപ്പറഞ്ഞവർ ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും അധിക്ഷേപിച്ചവർ, പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പിതൃത്വം പോലും ചോദ്യം ചെയ്തവർ ഇന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പാണക്കാടിന്റെ മഹിമ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. വിരോധാഭാസമേ നിന്റെ പേരോ വിഘടിത സുന്നി എന്ന് ചോദിക്കുന്നത് അവിടെയാണ്. ഈ ചരിത്രത്തിന്റെ വക്രീകരണം എന്തുകൊണ്ട് ഇവർ നടത്തുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഞങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയണം എന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു വക്രബുദ്ധിയിൽ നിന്നുകൊണ്ട് ഉടലെടുത്തതാണ് ഈ വിഘടിത പ്രവർത്തനവും. ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തെ വക്രീകരിച്ചല്ലോ. എന്തായിരുന്നു ആ സുഹൃത്തുക്കൾ പറഞ്ഞത്? മുസ്ലിം സമുദായത്തിന്റെ അകത്തു നിന്നുകൊണ്ട് കേരളത്തിൽ മാത്രമല്ല ലോകത്താകമാനം ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സയ്യിദ് കുത്തുബിന്റെയും ഹസനുൽ ബന്നയുടെയും ഇഖ്വാനുൽ മുസ്ലിമൂന്റെ പിന്തുടർച്ചയും അതിന്റെ പിതൃത്വവും അവകാശപ്പെട്ടുകൊണ്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ച ജമാഅത്തെ ഇസ്ലാമി നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മതരാഷ്ട്രവാദം എന്ന അജണ്ട തിരുത്തിക്കുറിക്കേണ്ടി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നിടത്തായിരുന്നു മുൻഗാമികൾ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചരിത്രത്തെ വികലമാക്കുകയാണ്. അതെവിടെ നടത്തി? ഒരു കാലത്ത് മമ്പറം സയ്യിദ് അലവി തങ്ങളെ തള്ളിപ്പറഞ്ഞവർ, മഹാനായ ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിനെ ഖുറാഫി എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചവർ, ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഷിർക്കിന്റെ പ്രചാരകൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയവർ, മമ്പറം സയ്യിദ് അലവി തങ്ങളെയും ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിനെയും സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെയും ഷിർക്കിന്റെ പ്രചാരകരും ബിദ്അത്തിന്റെ അപ്പോസ്തലന്മാരും എന്ന് പറഞ്ഞായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഈ കാലം വരെ ചരിത്രത്തെ എഴുതി വച്ചത്. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ പരിശുദ്ധ റൗള ഷരീഫ് സന്ദർശിച്ചതിനെ ഖബർ പൂജ എന്ന് ആക്ഷേപിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമി. മമ്പറം സയ്യിദ് അലവി തങ്ങളുടെ മക്ബറയെ വിശുദ്ധ സുന്നികൾ ബർക്കത്തെടുക്കാൻ വേണ്ടി മക്ബറയിലേക്ക് യാത്ര നടത്തിയതിനെ ഖബറാരാധകർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പുസ്തകം എഴുതിയവർ ജമാഅത്തെ ഇസ്ലാമി. ആ മതരാഷ്ട്രവാദികൾ ഇപ്പോൾ പ്രബന്ധം അവതരിപ്പിക്കുന്നു. കേരള മുസ്ലിമീങ്ങളുടെ നവോത്ഥാനത്തിന്റെ ചാലകശക്തി മമ്പറം തങ്ങളാണത്രേ. വിദേശവിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി ബഹുമാനപ്പെട്ട ഉമർ ഖാലിയാണത്രേ നികുതി നിഷേധ പ്രസ്ഥാനത്തെ കൊണ്ടുവന്നുകൊണ്ട് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളി. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവാണത്രേ സാഹിത്യത്തിന്റെ കുലപതി. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണത്രേ വിദേശികൾക്കെതിരെ അതിശക്തമായ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ സമരാഹ്വാനം രചിച്ചത്. അഥവാ ഇവരൊക്കെയും ഈ രാജ്യത്തെ നവോത്ഥാന ചക്രവർത്തിമാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പ്രബന്ധം സ്പെഷ്യലായി അവതരിപ്പിക്കുന്നു. അവർക്ക് വേണ്ടി ഹിസ്റ്ററി കോൺഫറൻസ് നടത്തുന്നു. അന്ന് അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധമൊക്കെ IPH പ്രസ്സിൽ അച്ചടി നിരത്തിക്കൊണ്ട് അടുത്ത ദിവസം പ്രകാശനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നു. മമ്പറം സയ്യിദ് അലവി തങ്ങളെ മഹത്വവൽക്കരിക്കുന്ന, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളവറുകളെ പുകഴ്ത്തുന്ന കൃതികൾ ജമാഅത്തെ ഇസ്ലാമി രചിക്കപ്പെടാൻ പോകുന്നു. കുറെയൊക്കെ രചിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ചരിത്രത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു എന്നതിന്റെ അർത്ഥം, അതിന്റെ പൊരുൾ മനസ്സിലാകുന്നത് തള്ളിപ്പറഞ്ഞാൽ മഹാന്മാരെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചപ്പോൾ രാഷ്ട്രീയത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് പോലും ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പെട്ടു.
മരത്തിന്റെ മേൽവിലാസം എന്നോ നഷ്ടപ്പെട്ടവരാണ്. രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ കൊണ്ടും തിരുത്തപ്പെടും എന്ന് മനസ്സിലാക്കി ജമാഅത്ത് മമ്പുറം തങ്ങളെയും ഉമർ ഖാലിയെയും കൂട്ടുപിടിക്കുന്നത് സുന്നികളെയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അത് ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ടാണ് നടത്തിയത്. എന്താ പറഞ്ഞത്? മമ്രം സയ്യിദ് അലവി തങ്ങളെ ഒരു വിദേശ വിരുദ്ധ പോരാളിയായി, അധിനിവേശ വിരുദ്ധ സമര പോരാളിയായി ചിത്രീകരിക്കുന്നു. പക്ഷെ മമ്രം തങ്ങളുടെ ആത്മീയതയെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഇപ്പോഴും ഉമർ ഖാലി റളിയല്ലാഹു അൻഹുവിന്റെ നികുതി നിഷേധ പ്രസ്ഥാനത്തെ പുകഴ്ത്തി കാണിക്കാൻ അവർ തയ്യാറാണ്. ഉമർ ഖാലിയുടെ തവസ്സുലിനെ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഖാലി മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഫതുഹുൽ മുബീനെ അംഗീകരിക്കാൻ തയ്യാറാണ്. ബഹുമാനപ്പെട്ടവരുടെ മുഹിദ്ദീൻ മാലയെ അംഗീകരിക്കാൻ തയ്യാറല്ല. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അവറുകളുടെ തുഹ്ഫത്തുൽ മുജാഹിദീനെ സമ്മതിക്കാൻ തയ്യാറാണ്. മഹാനവറുകളുടെ ഫതുഹുൽ മുഈൻ അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. എന്താ കാര്യം? ഇവരൊക്കെ പോരാളികൾ മാത്രമാണ്. മമ്രം തങ്ങൾ സമരം നടത്തിയ ആള് മാത്രമാണ്. ഉമർ ഖാലി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത ആളാണ്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ സമരത്തിന് ആഹ്വാനം കൊടുത്ത ആളാണ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരു സമരക്കാര് മാത്രമാണ്, പോരാളികൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാഇനെയും സാദാത്തുക്കളെയും ആത്മീയ നേതൃത്വത്തെയും കേവലം പോരാട്ടം നടത്തിയവരോ, പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരോ, പോരാട്ടത്തിന് ആഹ്വാനം കൊടുത്തവരോ മാത്രമാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഭാഗത്തെ സന്ദർഭത്തിൽ കൊണ്ട് അടർത്തിയെടുത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ പോരാട്ടത്തിന് പിന്തുണ കൊടുക്കുന്നു എന്ന വ്യാജേന സുന്നി ഉലമാക്കളെ വെറും പോരാളികൾ മാത്രമായി ചിത്രീകരിക്കുന്നു. അത് ചരിത്രത്തിന്റെ വക്രീകരണമാണ്. മമ്രം സയ്യിദ് അലവി തങ്ങൾ എന്ന് പറഞ്ഞാൽ മമ്രം തങ്ങളിൽ വെറും അധിനിവേശ വിരുദ്ധ പോരാട്ടം മാത്രമേ ഉള്ളൂ. മമ്രം സയ്യിദ് അലവി തങ്ങളാണല്ലോ ഒട്ടേറെ ത്വരീഖത്തുകളിൽ ഈ സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ള മുറബ്ബിയായ ശൈഖാണ്, തസവുഫിന്റെ ആത്മീയ ചക്രവർത്തിയാണ്. അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അവർ ഈ സമൂഹത്തിൽ സമർപ്പിച്ചിട്ടുള്ള ആത്മീയ കാമ്പും മുറിച്ച് അവരുടെ ജീവിതത്തിന്റെ സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമി കേവലം ചരിത്രത്തെ വ്യഭിചരിക്കൽ കൂടിയാണ്. ആ ജമാഅത്തെ ഇസ്ലാമി പിടിച്ചു നിൽക്കാൻ ചെയ്ത പണിയാണ്. അപ്രകാരം തന്നെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആളുകൾ, അവരുടെ ചില പ്രഭാഷകന്മാർ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് തങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ വാഴ്ത്താനും പുകഴ്ത്താനും, കണ്ണിയത്ത് ഉസ്താദിനെ വാഴ്ത്താനും പുകഴ്ത്താനും, ശംസുൽ ഉലമാ മഹാനവറുകളെ വാഴ്ത്താനും പുകഴ്ത്താനും ഇന്ന് ചില മുഖം കെട്ടതിന്റെ വൃണിതമായിരിക്കുന്ന മുഖം മറച്ചു വെക്കാനുള്ള ഒരു പെടാപ്പെട മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി ചരിത്രത്തെ വക്രീകരിച്ചതുപോലെ കാന്തപുരം ചരിത്രത്തെ വക്രീകരിക്കുകയാണ്. ശംസുൽ കണ്ണിയത്ത് ഉസ്താദിനെയും ശിഹാബ് തങ്ങളെ അംഗീകരിക്കുന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇന്ത്യൻ ന്യൂനത്വമാണ്. പാണക്കാട് കാന്തപുര സേരിയിൽ തങ്ങളിരുന്ന കസലിൽ ഇരിക്കാൻ ഒക്കില്ല. പാണക്കാട് തങ്ങളെ ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ: ജീവിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ അംഗീകരിക്കാത്തവർ
വഫാത്തിന്റെ ശേഷം നിങ്ങൾ പുകഴ്ത്തി പറയുന്നത് കാപട്യമാണ്. നിങ്ങൾ പറയുന്ന കാന്തപുരം വിഭാഗത്തിന്റെ കൂലിപ്രഭാഷകന്മാർ ഇന്ന് സ്റ്റേജിൽ മുഴുവനും മുടിയാട്ടത്തെ മറച്ചുവെക്കാൻ നടത്തുന്ന പാണക്കാടിന്റെ മഹിമ പറച്ചിലുണ്ടല്ലോ, അംഗീകാരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറയുന്ന ഒരൊറ്റ കാര്യം, ജീവിച്ചിരിക്കുന്ന പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ അംഗീകരിക്കലാണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏതൊരു സ്ഥാനത്തിരുന്നോ ആ സ്ഥാനത്തിരിക്കുന്നു ഹൈദർ അലി ശിഹാബ് തങ്ങൾ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഏതൊരു വഴിയെ പിന്തുടർന്നോ ആ സ്ഥാനത്തിരിക്കുന്നു സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗിന്റെ കൂടി സയ്യിദ് ഹൈദർ വഫാത്താകുന്ന സന്ദർഭത്തിൽ സുന്നി യുവജന സംഘത്തിന്റെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും പ്രസിഡന്റാണ്. പൂക്കോയ തങ്ങൾക്ക് ശേഷം 2 പദവിയും കൂടി ഒന്നിച്ചെത്തിയ ശിഹാബ് തങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിച്ചു പറ, ഇന്ന് ഞങ്ങളുടെ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണെന്ന്. ഞങ്ങൾ അതേ പറഞ്ഞിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മുമ്പാകെ KS അബ്ദുള്ള സാഹിബ് മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് ജില്ലയിലെ സമാദരണീയ നേതാവും പ്രഗത്ഭ വ്യവസായിയുമാണ്. അദ്ദേഹം സമസ്തയും കാന്തപുരവും തമ്മിലുള്ള ഭിന്നിപ്പൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടി തമ്മിൽ ലയനം നടത്താനുള്ള ശ്രമത്തിന്റെ ആദ്യപടി എന്ന നിലയിൽ ശംസുൽ ഉലമാ തങ്ങളവറുകളോട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ കേസിനോട് ശംസുൽ ഉലമ പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡുണ്ട്. ശംസുൽ ഉലമ പറഞ്ഞു, കേസ് നിങ്ങൾ ആരോടും സംസാരിച്ചോളൂ, നിങ്ങൾക്ക് ഞാൻ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് തരാം. ഞങ്ങൾ ഐക്യത്തിന് തയ്യാറാണ്, ഞങ്ങൾ ഈ ലയനത്തിന് തയ്യാറാണ്. ഞങ്ങൾ വെക്കുന്ന ഒരേ ഒരു ഡിമാൻഡ് ഒന്ന് മാത്രമാണ്. ഒരേ ഒരു ഡിമാൻഡ്, അതേതാ? ഞങ്ങൾ തമ്മിൽ ഐക്യമായി കഴിഞ്ഞാൽ ഇവർ രണ്ടും ഒന്നിച്ചിരിക്കുന്നു എന്ന് മീഡിയകളെ, പത്രക്കടങ്ങൾക്ക് 2 സുന്നിയും തമ്മിൽ ലയിച്ചാൽ 2 സുന്നിയും ലയിച്ചു, ഒന്നിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കാരുടെ മുമ്പാകെ ഈ ലയന പ്രഖ്യാപനം നടത്തേണ്ടത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരിക്കണം. അന്ന് KS അബ്ദുള്ളയോട് ശംസുൽ ഉലമ പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡാണ്. അത് KS അബ്ദുള്ളയോട് സംസാരിച്ചു. KS അബ്ദുള്ള നേരെ കാന്തപുരത്തോട് സംസാരിച്ചു. പിന്നെ KS അബ്ദുള്ളയുടെ മറുപടി വരാത്തപ്പോ ശംസുൽ ഉലമ അബ്ദുള്ള സാഹിബിനെ ഒരു സ്ഥലത്ത് കണ്ടപ്പോ ചോദിച്ചെന്തായി? ചരിത്രം വീണ്ടും കറങ്ങി. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം ഈ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശ്രമം നടത്തി. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സീനിയർ മുസ്ലിയാർ PK കുഞ്ഞാലിക്കുട്ടി ഐക്യം പ്രഖ്യാപിക്കേണ്ടത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരിക്കണം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരിക്കണം. അത് ചെറുപ്പത്തിന്റെ സമ്മേളനം കോഴിക്കോട് വെച്ചുകൊണ്ട് നടന്നപ്പോൾ ചെറുശ്ശേരി മൈക്കിലത് വിളിച്ചു പറഞ്ഞു, ഐക്യം പ്രഖ്യാപിക്കേണ്ടത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരിക്കണം, അല്ലാതെ ഒരു ഡിമാൻഡ് ഞങ്ങൾക്കില്ല. പിറ്റേന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കാന്തപുരം പറഞ്ഞതെന്താ? പത്രക്കാർ ചോദിച്ചതാണ്, ഇന്നലെ ചെറുശ്ശേരി പറഞ്ഞല്ലോ ഐക്യപ്രഖ്യാപനം നടത്തുമ്പോ അത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണെന്ന് പറയുന്ന ആൾക്കാർ വിളിച്ചു.
പടി ശുഭാതരങ്ങളുടെ രാഷ്ട്രീയ കാരണമാണ് മതപണ്ഡിതന്മാരുടെ ഐക്യം പറയാൻ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടിയില്ല. മതപണ്ഡിതന്മാർ തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുകൊണ്ട് മസലത്ത് നടത്താൻ, ചർച്ച നടത്താൻ, മധ്യസ്ഥരാവാൻ ശുഭാതരവർക്ക് യോഗ്യതയില്ല. അങ്ങനെ ഒരു തങ്ങളെ പറയണമെന്നുണ്ടെങ്കിൽ അത് ഉള്ള തങ്ങളെ പറയട്ടെ. അങ്ങനെയുണ്ട്. രണ്ടു കൂട്ടർ തമ്മിൽ തർക്കിക്കുന്നു. ഉള്ളാൾ തങ്ങളും കണ്യത്തുസ്താദും തമ്മിൽ രണ്ട് സംഘടന ഉണ്ടാക്കി. കണ്യത്തുസ്താദ് ഒരു ഭാഗത്തിന്റെ നേതാവ്, മറുഭാഗത്തെ നേതാവ് ഉള്ളാൾ തങ്ങളാണ്. ഇങ്ങനെ കഴിഞ്ഞിട്ടാണെങ്കിൽ ബഹുമാനപ്പെട്ട കാലമാർ ഉസ്താദ് സംഘടനയുടെ നേതാവ്, മറുഭാഗത്ത് ഉള്ളാൾ തങ്ങൾ നേതാവ്. രണ്ടു കൂട്ടർ കൂടി ഒന്നിക്കുമ്പോ അതിൽ ഒരാള് ഉള്ളാൾ തങ്ങൾ പ്രഖ്യാപനം നടത്തണമെന്ന് പറഞ്ഞ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം കാന്തപുരം പത്രത്തോട് പറഞ്ഞു. മൂന്നാമതൊരാൾ വരണ്ടേ? അതിൽ പറഞ്ഞിട്ടില്ലെന്ന് ആണായി പിറന്ന കാന്തപുരത്തിന്റെ ഏതെങ്കിലും കുട്ടി പറഞ്ഞാൽ അതിന് തെളിവ് ഞാൻ സമർപ്പിക്കും. മലയാള മനോരമ ദിനപത്രത്തിന്റെ അച്ചടി 2002 ഫെബ്രുവരി മാസം 1-ാം തീയതിയിലെ മലയാള മനോരമ പത്രം എടുത്താൽ കാണാം. സുന്ദരൻ തമ്മിലുള്ള ഐക്യം പറയാൻ ശുഭാതരവർക്ക് യോഗ്യതയില്ല, അയാൾ രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. സൈനുൽ ചെറുശ്ശേരി ഉസ്താദ് പിന്നെ പറഞ്ഞു, പാണക്കാട് തങ്ങൾ അംഗീകരിക്കാൻ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല. കുഞ്ഞാളി സാഹിബിനോട് നേരിട്ട് പറഞ്ഞു, നിങ്ങളെ ചർച്ചയ്ക്ക് ക്ഷമിക്കേണ്ട, ആ വഴി പറഞ്ഞ് ഞങ്ങളെ ഓഫീസിലേക്കോ ഞങ്ങളുടെ ഫോണിലേക്കോ ഇനി കുഞ്ഞാലിക്കുട്ടി സാഹിബോ ഇ അഹമ്മദ് സാഹിബോ വിളിക്കേണ്ട. പാണക്കാട് തങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് ചർച്ചയ്ക്കേ ഇല്ല. വ്യക്തമായി പറയുന്നതാണ് കാര്യം. ഇപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യം ഇതാണ്. ഞാൻ അതിന്റെ എളിയ പ്രവർത്തകനാണെങ്കിലും ഉഷാവറയുടെ തീരുമാനം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പല ഭാഗത്തും പറഞ്ഞതാണ്. ശരിക്കും ഹൈന്ദവനെ ശുഭാവറയുടെ നായകനായി അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? എങ്കിൽ അംഗീകരിക്കാം. അതൊന്നുമില്ലാതെ ഇവിടെ വന്ന് പല ഭാഗത്തും വന്ന് ചില ആളുകൾ പ്രസംഗിക്കാൻ പാണക്കാട് തങ്ങളുടെ മഹത്വം, പാണക്കാട് തങ്ങളുടെ മഹത്വം പറയുന്നവർക്ക് അണു അളവെങ്കിലും അണുമണി തൂക്കമെങ്കിലും പറയുന്നതിൽ ആത്മാർത്ഥതയോടെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും തങ്ങൾ അംഗീകരിക്കട്ടെ. പള്ളിയിൽ കാലത്തിൽ അടുത്തടുത്ത് മനോവിഷയാപനങ്ങൾ വിളിച്ചു നോക്കും. അതല്ലടോ ഞങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നേതൃത്വം പാണക്കാട് സൈഡ് ഹരിന്തരലി ശുഹാബ് തങ്ങളാണ്, പാണക്കാട് കുടുംബമാണെന്ന് പറ. മഹാനായ ബഹുമാനപ്പെട്ട ഫാത്തിമ ഹോസ്പിറ്റലിൽ വഫാത്ത് നടക്കുന്നതിന്റെ 3-4 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട തങ്ങളുടെയും അതേപോലെ തന്നെ ഒളവണ്ണ ഉസ്താദിന്റെയും ബഹുമാനപ്പെട്ട RV കുട്ടിഹസന്താരമിയുടെയും അരികത്ത് വെച്ചുകൊണ്ട് അവർ കൂടെ നിൽക്കുന്ന സമയത്ത് ശംസുലം ഒരു കാര്യം പറഞ്ഞു. എന്റെ ജനാസ കാണാൻ 2 ആൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞു. എന്റെ ജനാസ കാണാൻ 2 ആളെ അനുവദിക്കരുത്, 2 ആൾക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞു. ആരൊക്കെയാ? ഉസ്താദ് വ്യക്തമായി തന്നെ പറഞ്ഞു. ശൈഖുന പറഞ്ഞു 2 ആള്, ഒന്ന് ഉള്ളാൾ തങ്ങളാണ്, മറ്റൊന്ന് കാന്തപുരമാണ്. ആ 2 ആൾക്കും എന്റെ മയ്യത്ത് കാണാൻ പറ്റൂല എന്നാണ്. കുട്ടിയസന്താരിമി ചോദിച്ചു, 2 ആളും ശൈഖുന വഫാത്താകുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അവർ വന്ന് ജനാസ കാണാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, എന്ത് ചെയ്യും? അവർ ജനാസ കാണാൻ വന്നാൽ ഞങ്ങൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യും? ബഹുമാനപ്പെട്ട ശംസുല്ലമ ആവർത്തിച്ച് പറഞ്ഞു, അധികം ചോദിക്കണ്ട, അവർക്ക് എന്റെ ജനാസ കാണാൻ കഴിയില്ല. അവരുടെ മുഖത്തേക്ക് എന്റെ ജനാസ വെക്കണ്ട. ഞാൻ അവരുടെ എന്റെ ജനാസ അവർ കൂടുതൽ അന്വേഷിച്ചില്ല. ബഹുമാനപ്പെട്ടവരുടെ വാക്ക് പലതുമായിരിക്കും, ആ പലത് തിരിയാൻ പിന്നെ സമയമെടുക്കും. എന്നാൽ ബഹുമാനപ്പെട്ട ശംസുല്ലമ വഫാത്തായ സന്ദർഭത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അമേരിക്കയിലാണ്.
ആക്ക് വരാൻ ഒത്തില്ല. ഉള്ളാൾ തങ്ങൾ കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് കിടപ്പില്ല, വന്നാലും കാണാൻ കഴിയില്ല. ചരിത്രത്തിന്റെ വിധിയാണ്. എന്നാൽ ആ ശംസുലമയെ സംബന്ധിച്ചിടത്തോളം അത് ആക്ഷേപിച്ചുകൊണ്ട് നടന്നവരുടെ ജീവിതത്തിന്റെ അവസാനങ്ങളെല്ലാം എവിടെയെത്തി? ഞാൻ കുറ്റപ്പെടുത്തുമല്ല ആരെയും, ഞാൻ ഒരാളെയും ആക്ഷേപിക്കുന്നില്ല. ശംസുലമയെ കുറ്റപ്പെടുത്തി അവൻ അംഗീകരിക്കാൻ തൽക്കാലം ഞങ്ങൾക്ക് മനസ്സില്ല. ശംസുലമയോട് ഇൽമ തിരിച്ചെടുക്കാൻ പറഞ്ഞവർ അവരുടെ ജീവിതം മാത്രമല്ല വഫാത്ത് പോലും എങ്ങനെ എന്ന് ചരിത്രം അന്വേഷിക്കട്ടെ. അത്ര ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിച്ചാൽ മതി. എന്നിട്ട് ശംസുലമയെ അംഗീകരിക്കുന്നു, കണ്ണിയത്ത് ഉസ്താദിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ചരിത്രത്തിൽ പിടിച്ചു നിൽക്കാൻ ജമാഅത്തെ ഇസ്ലാമി കാണിച്ച ചരിത്രത്തിന്റെ വക്രീകരണം മാത്രമാണ്. മഹല്ലുകളൊക്കെ ഞങ്ങളുടെ കൂടെയാണ്, മഹല്ലൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ് എന്നാ വേറെ ചില ഭാഗത്ത് പറഞ്ഞെടുക്കുന്നത്. ഏത് മഹല്ലാണോ നിങ്ങളുടെ മഹല്ല്? കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഏതെങ്കിലും ഒരു പിന്തുണ നിങ്ങൾക്കുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾക്ക് മഹല്ലുണ്ടോ? സമസ്തക്കുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്തയുടെ സമാദരണീയനായ അധ്യക്ഷൻ ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ആനക്കര മഹല്ല് 100% സമസ്തയുടെ കൂടെയാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദിനെ ആദരിക്കാൻ വേണ്ടി നാട്ടുകാർ ഉണ്ടാക്കിയ സ്വാഗത സംഘത്തിന്റെ കൺവീനർ ഹൈന്ദവ സഹോദരൻ കൂടിയാണ്. കാരണം കേവലം ഒരു സുന്നികളുടെയോ മുസ്ലിമീങ്ങളുടെയോ ആദരവല്ല, ഈ നാടിന്റെ ആദരവാണ് എന്ന് പറഞ്ഞാൽ കോയക്കുട്ടി മുസ്ലിയാർ ആ നാടിന്റെ സർവാംഗീകൃതനാണ്. ഒരൊറ്റ കുട്ടി പോലും കോയക്കുട്ടി ഉസ്താദിനെതിരെ ആ മഹല്ലിൽ മറുത്തൊരു വാക്കം പറയില്ല. ആനക്കര മഹല്ല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ മഹല്ലാകുന്നു കൊണ്ടോട്ടി മഹല്ല്. ആർക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം. കൊണ്ടോട്ടി മഹല്ലിൽ സൈനുൽ ഉലമയെ അംഗീകരിക്കാത്തവരുണ്ടാവില്ല. ആ മഹല്ല് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PKP അബ്ദുസ്സലാം മുസ്ലിയാരുടെ മഹല്ല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട കോട്ടുമല TM ബാപ്പ മുസ്ലിയാരുടെ അദ്ദേഹത്തിന്റെ മഹല്ലായ കാളമ്പാടി മഹല്ല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ പാണക്കാട് മഹല്ല് പൂർണ്ണമായും സമസ്തയുടെ കൂടെയാണ്. ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രൊഫസർ കെ ആലിക്കോട്ട് ഉസ്താദിന്റെ തിരൂർക്കാട് മഹല്ല് സമസ്തയുടെ കൂടെയാണ് പൂർണ്ണമായും. ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ അധ്യക്ഷൻ സ്വാദിഖ് മുസ്ലിയാരുടെ മഹല്ല് സമസ്തയുടെ കൂടെയാണ്. ബഹാദി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുടെ ചെമ്മാട് മഹല്ല് സമസ്തയുടെ കൂടെയാണ്. SKSSFന്റെ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ പാണക്കാട് മഹല്ല്, ജനറൽ സെക്രട്ടറി ഓണംപള്ളിയുടെ ഓണംപള്ളി മഹല്ല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർമാരുടെ മുഴുവൻ മഹല്ലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, ആരോടും വാശി തീർക്കാൻ പറയല്ല. ഈയിടെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ മഹല്ല് ഏതാണ്? അദ്ദേഹത്തിന് ദുനിയാവിലാണ്. ശംസുൽ ഉലമ കാഫറ എന്ന് പറഞ്ഞപ്പോ നാട്ടുകാർ ഒഴിവാക്കി. എട്ടിക്കുളത്ത് ജുമഅത്ത് കമ്മിറ്റി അദ്ദേഹത്തെ മിനുട്സിൽ നിന്നുകൊണ്ട് വെട്ടി. പിന്നീട് കരുവന്തുരുത്തി മഹലിലാണ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ താമസിച്ചത്. ഞാൻ മരണപ്പെട്ട ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല, നാട്ടിൽ സ്വാധീനം ഉണ്ടായിരുന്നില്ല എന്ന് പറയാ മാത്രമാണ്. ദീർഘനാളോളം പിന്നെ അദ്ദേഹം കടിഞ്ഞുകൂടിയ സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ കരുവന്തുരുത്തി. കരുവന്തുരുത്തി മഹല്ലിൽ അദ്ദേഹം മരണപ്പെടുന്ന നിമിഷം വരെ ആ മഹല്ല് കമ്മിറ്റി അദ്ദേഹത്തെ ജനറൽ ബോഡി മെമ്പറായി ചേർത്തിട്ടില്ല. ജനറൽ ബോഡി മെമ്പറായി ചേർത്തിട്ടില്ല. എന്നിട്ടല്ലേ പള്ളി കമ്മിറ്റിയിലേക്ക് വരുന്നത്, എന്നിട്ടല്ലേ ഖാലിയാരാകുന്നത്. ആ മഹല്ലിൽ ഒരംഗത്വം അദ്ദേഹത്തിനില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന അവരുടെ പ്രസിഡന്റ് MA അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് പോലും ഒരു മഹല്ലിലും സ്വാധീനമില്ല. ഒരു മഹല്ലിലും അദ്ദേഹത്തിന് സ്വാധീനമില്ല. രണ്ടാമത്തെ വ്യക്തി ആരാ? ചിലപ്പോൾ ഒന്നാമനാവാൻ മത്സരിക്കുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ.
ഞാൻ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നില്ല. ചില ഭാഗത്ത് വന്ന് മഹലിന്റെ സ്വാധീനം പറഞ്ഞതുകൊണ്ട് പറയാം. കാന്തപുരത്തിന്റെ മഹല്ലായ കാന്തപുരം മഹലിൽ ജമാഅത്ത് പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർണ്ണാർത്ഥത്തിൽ ആ മഹല്ല് പ്രവർത്തിക്കുന്നു. കാന്തപുരത്തിന്റെ മഹല്ല് സമസ്തന്റെ കൂടെ കൂട്ടരി. കാന്തപുരം മഹല്ല് കമ്മിറ്റി കാന്തപുരത്ത് അംഗീകരിച്ചിട്ടില്ല. കാന്തപുരത്തോട് തൊട്ടടുത്ത് ചേർന്നൊരു സ്ഥലമാണ് പൂനൂര്. പൂനൂർ മഹല്ല് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. മഹല്ലാകുമ്പോ അതിന്റെ സംവിധാനത്തിന് കാര്യക്ഷമത ഉണ്ടാവാൻ വേണ്ടി അവർ ചില തീരുമാനമെടുക്കും. ആ തീരുമാനങ്ങൾ എല്ലാ മഹല്ലുണ്ടല്ലോ. മുസ്ലിമീങ്ങളായ ആളുകൾ, ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ, ഈ മഹല്ലിൽ അംഗീകാരം ലഭിക്കപ്പെട്ട ജനറൽ ബോഡി മെമ്പർമാരുടെ വീടുകളിൽ നിക്കാഹ് നടക്കുന്ന സന്ദർഭത്തിൽ അത് മഹല്ല് കമ്മിറ്റി അറിയണം. ആ വീടുകളിൽ അവിടെ നിക്കാഹ് നടക്കുന്ന സമയത്ത് കാർമ്മികത്വം വഹിക്കേണ്ടത് അവിടെ മഹല്ലിൽ ബൈഅത്ത് ചെയ്ത ഖാലിയാവണം. ആ ഖാലി ഒരുപക്ഷെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം നിർത്തുന്ന ആളല്ലാതെ വേറെ ആൾക്ക് നിക്കാഹ് ചെയ്യാൻ പാടില്ല. ഇനി അദ്ദേഹത്തിന്റെ സമ്മതത്തോടുകൂടി വേറെ ആർക്ക് വേണമെങ്കിലും നിക്കാഹ് ചെയ്യുകയും ചെയ്യാം. ഇതാണ് മഹല്ലിന്റെ ഭദ്രത. അതല്ലേ നമ്മുടെ മഹല്ലിലൊക്കെ ചെയ്യുന്നത്. മഹല്ല് കമ്മിറ്റി എന്നാൽ മാത്രമേ ആ മിനിറ്റ്സ് ചേർക്കൂ. എന്നാൽ കഴിഞ്ഞ ആഴ്ച പൂനൂർ മഹല്ല് കമ്മിറ്റിയോട് ചോദിക്കാതെ, പൂനൂർ മഹല്ല് ഖാലി അംഗീകരിക്കാതെ, അവരുടെ യാതൊരു സമ്മതവുമില്ലാതെ ഒരു വിഘടിതന്റെ വീട്ടിൽ കല്യാണം നടത്തിക്കൊടുത്തത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ്. ആ മഹല്ലിന്റെ സെക്രട്ടറിയായ ആലിഹാജിയുടെ നമ്പർ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇപ്പൊ വിളിച്ച് അന്വേഷിച്ചാൽ മതി. മിനിയാൻ അദ്ദേഹം ഞാനുമായി ദീർഘനേരം സംസാരിച്ചു. മഹല്ല് കമ്മിറ്റിന്റെ സമ്മതമില്ലാതെ, ഖാലിയുടെ അനുമതിയില്ലാതെ കാന്തപുരം സ്വന്തം അവരുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നിക്കാഹ് നടത്തിക്കൊടുത്തു. നിക്കാഹ് ഹലാലാണ്. ഖാലി വേണമെന്നല്ലോ നിക്കാഹ് നടത്താൻ. വലിയുണ്ടായാൽ മതി. വലിയ വക്കാലത്താക്കുകയും ചെയ്യുക. അതൊക്കെ ചെയ്യാം. 2 സാക്ഷി ഉണ്ടായാൽ മതി. മഹറുണ്ടായാൽ മതി. അതിന്റെ ലഫ്ള് ഒത്താ മതി. ഖാലി വേണമെന്നില്ല നിക്കാഹ് നടക്കാൻ. അത് ഇസ്ലാമിലെ മസ്അലയാണ്. ആ മസ്അല വെച്ചുകൊണ്ടാണ് കാന്തപുരം അയാളെ അംഗീകരിക്കുന്ന മഹല്ല് കമ്മിറ്റിയിൽ അംഗീകരിക്കാത്ത വ്യക്തിക്ക് നിക്കാഹ് ചെയ്തു കൊടുത്തത് ശരിയാണ്. നിക്കാഹ് കഴിഞ്ഞപ്പോ രജിസ്ട്രേഷനിൽ ചെന്ന സന്ദർഭത്തിൽ അംഗീകാരം കിട്ടണം. ഇവർക്ക് ഗൾഫിൽ പോകണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം. പെട്ടെന്ന് എല്ലാം വേണമെന്ന് പറഞ്ഞപ്പോ നിക്കാഹ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ മനസ്സിലായത് ഇതെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യണ്ടേ, ഇതെവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്യണ്ടേ. ജമാഅത്ത് കമ്മിറ്റിയെ സമീപിച്ചു, ആലിഹാജിയെ സമീപിച്ചു. ആലിഹാജി പറഞ്ഞു, മഹല്ലറിയാത്ത കല്യാണത്തിൽ ഞങ്ങളുടെ മിനുർസിൽ എഴുതില്ല. മഹല്ലിന്റെ ഖാലിയുടെ സമ്മതം ചോദിക്കാത്ത കല്യാണത്തിന് ഖാലി ചെയ്തതായി ഞങ്ങൾ മിനുർസിൽ എഴുതില്ല. ഞങ്ങളുടെ അപേക്ഷാ ഫോം എഴുതാൻ ഞങ്ങൾ അപേക്ഷാ ഫോം തരില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോ രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ഓഫീസിൽ പോയിക്കോ. മഹല്ല് ചെയ്യില്ല. കണ്ട പോലെ കൂട്ടുന്നല്ലട. വേറെന്താ പറയാനാ? മഹല്ല് വേണ്ട, ഖാലി വേണ്ട, മഹല്ല് സംവിധാനം വേണ്ട, ഞാനും എന്റെ കെട്ടിയോളും വരെ തട്ടാനും മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരവും ആ വീട്ടുകാർ മാത്രം നടത്തിയ ഒരു ചെപ്പടി വിദ്യക്ക് ഇപ്പോൾ നിലനിൽപ്പ് കിട്ടണം. കാന്തപുരം ഒപ്പിട്ടാൽ കൂട്ടരെ കോടതിയിൽ രേഖാവൂല. അയാൾക്ക് എന്താ ഒരു മഹല്ലുണ്ടോ? കാന്തപുരം ഏത് മഹല്ലില? അയാൾ ഖാലിയാണ് എന്ന നിലയിൽ കാന്തപുരം ഖാലിസ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ നിക്കാഹ് നടത്തിക്കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ഘട്ടം വന്നാലോ, ഗൾഫിലേക്ക് പാസ്പോർട്ട് എടുക്കേണ്ട ഘട്ടം വന്നാലോ, അംഗീകാരമായി വിവാഹം നടന്നു എന്നതിന്റെ രേഖ കാന്തപുരം ചെയ്തു കൊടുത്തതാവില്ല. കാന്തപുരത്തിന് ഒരു സ്വാധീനവുമില്ല. മഹല്ലിന് സ്വാധീനമുണ്ട്. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. കാന്തപുരത്തിന്റെ ആവശ്യമില്ല. നേരെ രജിസ്റ്റർ ഓഫീസിൽ പോവുക. സ്വന്തം മകളെ കൈപിടിച്ചു കൊണ്ടുപോയാൽ പോലും വയസ്സായിക്കുന്ന നിക്കാഹ് കല്യാണം ചെയ്തു കൊടുക്കുന്ന രജിസ്ട്രാറുണ്ടാവും അവിടെ. ആരാണ് സമ്മതം ചൊരുക്കൂല. വയസ്സായോ, ആണാണോ പെണ്ണാണോ, രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. അവരെ ശരണം പ്രാപിക്കൊല്ലാതെ മറ്റൊരു മാർഗമനി ഇവർക്കില്ല. എന്നിട്ട് മഹല്ല് കമ്മിറ്റിക്ക് എതിരെ ഒച്ചപ്പാട്. പാറ പോലെ ഉറച്ചു നിൽക്കുന്ന മഹല്ല് കമ്മിറ്റി. ദുനിയാവിൽ എവിടെയാണോ നിങ്ങൾക്ക് സ്വാധീനം? പേരോട് അബ്ദുറഹിമാൻ സഖാഫിയുടെ പേരോട് മഹല്ല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാ. എവിടെയാ? ചിത്താരിയുടെ മഹല്ല് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാ.
കാന്തപുരത്തിന്റെ ഈറ്റില്ലമെന്ന് അവർ പറയുന്ന കാരന്തൂർ മഹല്ല്, മർക്കസുള്ള മഹല്ല്, അത് പൂർണ്ണമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെയാണ്. കാരന്തൂർ മഹല്ലിൽ 2 ജുമാഅത്ത് പള്ളിയും 2 മദ്രസയുണ്ട്, 4 സമസ്തന്റെ കൂടെയാണ്. കാരന്തൂർ മഹല്ലിൽ മുഅദ്ദിന് ജോലി കിട്ടണമെന്നെങ്കിൽ SKSFന്റെ ഓഫീസിലെ കത്ത് വേണം, അല്ലാതെ കടത്തൂല. പൊന്മള മഹല്ലിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. പൊന്മള മഹല്ലിന്റെ പ്രസിഡന്റ് വലിയ മുഫ്തിയാണ്. എവിടെ അംഗീകാരം? അവിടുത്തെ ഖാലിയും അവിടുത്തെ പ്രസിഡന്റും ഒക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. നാട്ടുകാരന് പാണക്കാട് തങ്ങൾ മതി. ഞാൻ ചോദിക്കട്ടെ, മമ്പാട്ടുകാരോടും കിമ്പാട്ടുകാരോടും പത്തപ്പിരിയക്കാരോടും മഹല്ലിന്റെ പേര് പറ. നിങ്ങളുടെ മുശാവറ മെമ്പർമാരുടെ ഏതെങ്കിലും ഒരാളുടെ മഹല്ല് നിങ്ങളുടെ കൂടെ ഉണ്ടോ? എവിടെയാ സ്വാധീനം പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അംഗീകരിക്കാൻ കാരണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരള മുസ്ലിമീങ്ങൾക്ക് ആവശ്യമാണ് എന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങൾ തീരുമാനിച്ചത് കൊണ്ടാണ് എല്ലാ മഹലും സമസ്തയുടെ കൂടെ നിൽക്കാനുള്ള കാരണം. അത്തരം സെറ്റപ്പും സംവിധാനവും സമസ്ത ആർജിച്ചെടുത്തിട്ടുണ്ട് ഈ കേരളത്തിൽ. ആ ഭൂമികയിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചരിത്രത്തെ മാറ്റാൻ ശ്രമിക്കുന്നത്, ചരിത്രത്തെ വികലമാക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിൽ മുസ്ലിം ലീഗും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും തമ്മിലുള്ള ബന്ധം വലിയ ബന്ധമാണ്. സമസ്ത വേറെ, ലീഗ് വേറെ, രണ്ടും 2 രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ സമസ്തയും ലീഗും തമ്മിലൊന്ന് കൂട്ടിമുട്ടിയിട്ട് വേണം കുറുക്കന് ചോര കുടിക്കാൻ എന്ന് കാന്തപുരം കുറെ കാലം സ്വപ്നം കണ്ട് നടക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേറെ ഭരണഘടന ഉണ്ട്, ലീഗിന് വേറെ ഭരണഘടന ഉണ്ട്. പക്ഷെ തമ്മിൽ ഏറ്റുമുട്ടണം എന്ന വിചാരം അത് നിങ്ങളുടെ ദിവാസ്വപ്നാണ്. അത് നടക്കാതെ വന്ന സുന്നിക്കാർ ലീഗിനെതിരാണ്. ബസറയിലേക്ക് കാരൊക്കെ കയറ്റല്ലേ മോനെ, തൽക്കാലം അത്രേ ഞാൻ അവരോട് പറയുന്നുള്ളൂ. ഞങ്ങൾക്കെതിരെയുള്ള ആക്ഷേപം എന്താ? ഞങ്ങൾ ലീഗാണ്. ലീഗ് സുന്നി എന്നൊരു പേരിട്ട് വിളിച്ചിരുന്നു. നിങ്ങളെ ഞങ്ങൾ അരിവാൾ സുന്നി എന്ന് വിളിച്ചപ്പോ ആ സുന്നി അങ്ങനെ തന്നെയാണ് ഇപ്പോഴും, അരിവാൾ തന്നെയാണ്. പക്ഷെ അന്ന് നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് ലീഗ് സുന്നി എന്നാണ്. എന്താ കാര്യം? മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കാൻ സമസ്തന്റെ പാർട്ടി ഓഫീസ്, സമസ്തന്റെ ഓഫീസ് ചെലവഴിക്കണ്ട, സമസ്തന്റെ മിനിറ്റ്സ് ചെലവഴിക്കണ്ട, സമസ്തന്റെ ഭരണഘടന ചെലവഴിക്കണ്ട, സമസ്തയുടെ മുഷാവറ ചെലവഴിക്കണ്ട. ലീഗിന് മാത്രം ലീഗിന്റെ കരുത്തുണ്ട്, വേറെ സംഘടനയുടെ പിന്തുണയൊന്നും ലീഗിന് ആവശ്യമില്ല. പക്ഷെ മുസ്ലിം ലീഗിനെ മതപണ്ഡിതന്മാരുടെ വേദിയിൽ നിന്നുകൊണ്ട് അത് ഹറാമിന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അതല്ലെന്ന് പറയാൻ പണ്ഡിത സഭ ആവശ്യമാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചോര പരിശോധിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അത് പൂക്കോയത്തങ്ങളുടെ മോനാണോ എന്നറിയാൻ നഊദുബില്ല. അത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എത്ര വേദിയിലാ പറഞ്ഞത്? ഞങ്ങളുടെ വാപ്പാന്റെ ചോര പരിശോധിക്കാൻ നടന്ന ആൾക്കാരങ്ങള്. ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചർച്ചയിൽ വെച്ചുകൊണ്ട്, കോഴിക്കോട് സമസ്തയുടെ ഫ്രാൻസ് റോഡിൽ ഓഫീസിൽ വെച്ചുകൊണ്ട് വികാരഭരിതനായി സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ വർത്തമാനമുണ്ട്. ഞങ്ങളുടെ ബാപ്പാന്റെ ചോര പരിശോധിക്കണം, ഞങ്ങളുടെ കാക്കാന്റെ ചോര പരിശോധിക്കണം, ബാപ്പാന്റെ മോനാണോ എന്നറിയാൻ എന്ന് പറഞ്ഞവരോട് ഞങ്ങൾക്ക് ഉമർ അലി ശിഹാബ് തങ്ങളുണ്ട്. കുഞ്ഞാടി സാഹിബ് പറഞ്ഞു, അങ്ങനല്ല തങ്ങളെ ഞാൻ പറഞ്ഞത്, ചർച്ചയ്ക്ക് തയ്യാറാണെന്നാ പറഞ്ഞത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞത്, തങ്ങന്മാർ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ നാളെ ചർച്ചയ്ക്ക് വിളിച്ചോളൂ, എവിടേക്ക് വേണമെങ്കിൽ ഞങ്ങൾ വരാം. അതിപ്പോഴും അങ്ങനെ തന്നെയാ. കുഞ്ഞാടി സാഹിബ് പറഞ്ഞു, അയാൾ അതിനൊന്നും നിൽക്കൂല, അതിനൊന്നും അയാൾ കിട്ടൂല, പാണക്കാട് തങ്ങൾ അംഗീകരിക്കാൻ കിട്ടൂല, പിന്നെ നിങ്ങൾ വേറെ പണിയെടുത്താൽ പോരെന്ന് മാനം പറഞ്ഞു. അഭിമാനം അടിയർ വെച്ചിട്ടോ എന്തെല്ലാം മുസ്ലിം ലീഗിന് വോട്ട് ചെയ്താൽ നരകത്തിലേക്കുള്ള വോട്ടാണെന്നാ പറഞ്ഞു. ഇന്നലത്ത് മഞ്ചേരി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു ഇബ്രാഹിം സലീമാൻ സിട്ടു, അന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. അവിടെ മത്സരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് കാന്തപുരം എന്താ പ്രസംഗിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാചകനെ എതിർക്കാൻ വന്ന അബ്രഹത്തിനെ നശിപ്പിച്ചു മുസ്ലിം നശിക്കുന്നു. മാതൃഭൂമിയുടെ 4
പേജിൽ വാർത്താണല്ലോ. നിഷേധിക്കലഹ സംഭവം നശിപ്പിക്കാൻ ോടെ ഇല്ല. അബ്രഹത്ത് ആനക്കലഹ സംഭവം നടത്തുന്ന സമയം ഒരേ ഒരു നബിയുണ്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത് ആകാശത്താണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പാണ് അബ്രഹത്ത് ആനക്കലഹ സംഭവം നടത്തിയത്. അന്ന് അബ്രഹത്തിന്റെ ആനക്കലഹത്തിലെ ആനകളെ നശിപ്പിച്ചതാര? അല്ലാഹു തആല അബാബീൽ പക്ഷികൾ ഇറക്കിക്കൊണ്ടാണ്. അന്ന് സമദാന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലംതറ കൈഫെങ്കിലും ഒന്ന് ഓതിക്കൂടെ ഏപ്പിക്ക് ഈ വിഡിത്തം പറയുന്നതിന് മുമ്പ്. അലംതറ കൈഫ സൂറത്തിൽ വ്യക്തമായി പറയുന്നത് ആനക്കല സംഭവമല്ലേ? ചരിത്രത്തിലെ ഏറ്റവും വലിയ വങ്കത്തരമല്ലേ കാണിച്ചത്? പ്രവാചകന്റെ കാലത്തല്ലത് നടന്നത്. ഇനി ഇരിക്കട്ടെ, അബ്രഹത്തിനെ എങ്ങനെയാ നേരിട്ടത്? എറിഞ്ഞു കൊന്നതാണ്. അബാബിൽ പക്ഷികളുടെ കൊക്കിലും അവരുടെ കൈകളിലും ചൂടുള്ള പഴുപ്പിച്ചെടുത്ത കല്ലുകൾ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തതുകൊണ്ട് അത് വർഷിച്ച് അത് എറിഞ്ഞു. അതുപോലെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പരാജയപ്പെട്ടാൽ അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തണ്ട. മുസ്ലിം ലീഗ് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ സുലൈമാൻ സേട്ട് ഒറ്റപ്പെടും. അതുകൊണ്ട് തുടങ്ങിക്കോളി നാരിയത്ത് സലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് 4444 നാരിയത്ത് സലാത്താണ് മർക്കസിൽ ചൊല്ലിയത്. നാരിയത്ത് സലാത്ത് ആദ്യമായി നാരിയത്ത് സലാത്ത് തിരിച്ചാ വന്നത് അള്ളാന്റെ റസൂലിന്റെ തുണ സുലൈമാൻ സേട്ടു സാഹിബിന്റെ കൂടെ, പാണക്കാട് തങ്ങളുടെ കൂടെ തെരഞ്ഞെടുപ്പ് നടന്നു. മുസ്ലിം ലീഗിനെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി പരം എന്നൊക്കെ നേരിട്ടുള്ള അന്ന് ലീഗ് 2-3 സീറ്റ് കൂടുകയാണ്. അപ്പൊ എട്ടുകാലി മമ്മൂഞ്ഞ് വന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റ് കിട്ടിയ പി പറയാ 2-3 ലീഗിന് കൊണ്ട് കിട്ടിയാണ്, കഴിച്ച് 18 എന്നെ കൊണ്ട് കിട്ടിയതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എങ്ങാനും ജീവിച്ചിരുന്നെങ്കിൽ ഒരു പുതിയ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ കഥാപാത്രത്തിലും കൊണ്ടൊരു പുതിയ ലേഖനം, ഒരു നോവൽ എഴുതിയനെ. ഇതാ പോകുന്ന എട്ടുകാലി മമ്മൂഞ്ഞിന് കാന്തപുരത്ത് തൊട്ടുപിടിച്ച് പറയും. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്ന സന്ദർഭത്തിൽ MK രാഘവൻ MP-ക്ക് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ തൊട്ടുമുമ്പത്തെ കഴിഞ്ഞതിന്റെ റിസൾട്ട് രാഘവൻ ഒരു കത്ത് മായനാജിന്റെ കയ്യിലാണ് കിട്ടിയത്. വായിച്ചു നോക്കി, എന്താ ഇതെന്നറിയാം? പ്രിയപ്പെട്ട രാഘവന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എഴുതുന്നത് മാർക്കസിന്റെ കളർ ലെറ്റർ ഹെഡില്ല. എന്താ എഴുതിയത്? നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായി സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ ഞങ്ങളുടെ സുന്നി പ്രവർത്തകർ നിങ്ങളോടൊപ്പമായിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വിജയത്തിൽ ഏറെ സന്തോഷിക്കുന്നവർ ഞങ്ങളാണ്. രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ നിങ്ങൾ പാർലമെന്റിൽ ശബ്ദിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് നാളിതുവരെ ചില രാഷ്ട്രീയ പാർട്ടികൾ സുന്നികളോട് കാണിച്ച അവഗണന മാറ്റി ഞങ്ങളുടെ സുന്നി പ്രസ്ഥാനത്തിനും ഞങ്ങളുടെ സ്ഥാപനത്തിനും പൂർണ്ണമായി പിന്തുണ നിങ്ങൾ കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിജയാഹ്ലാദത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. നിങ്ങൾ വായിക്കേണ്ട ഒരു കാര്യമില്ല. E.T. മുഹമ്മദ് ബഷീർ സാഹിബ് MP അവർക്ക് അതുപോലെ ഒരു കത്ത് E. അഹമ്മദ് സാഹിബിനും അതേപോലൊരു കത്ത് സുധാകരനും. പിന്നെ അന്വേഷിച്ചു നോക്കുന്ന സന്ദർഭത്തിലാണ് മൊത്തം 41 കത്തടിച്ചിട്ടുണ്ട് വിദ്വാൻ. 41 കത്ത്. എന്താ കാര്യം? ഒരു സ്ഥലത്ത് മാത്രം വിജയിക്കാൻ 3 ആൾക്ക് സാധ്യതയുണ്ട്. അതൊന്ന് തിരുവനന്തപുരത്ത് O. രാജഗോപാല. അതുകൊണ്ട് കത്തൊന്ന് 41 എഴുതി വെക്കാം. ആരാണോ ജയിക്കുന്നത് അവർക്ക് കൊടുക്കാൻ, മറ്റൊരു കീറി കളഞ്ഞാൽ മതി. അപ്പൊ ജയിക്കുന്ന, അല്ലെങ്കിൽ കൗണ്ടിങ് കഴിഞ്ഞ് പുറത്തിറങ്ങി 2 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഇവരെ കത്ത് ഒപ്പിട്ടങ്ങനത്തെ കാന്തപുരാണെങ്കിൽ വിദേശത്താ. അപ്പൊ നേരത്തെ ഒപ്പിട്ടിരുന്ന ഇയാൾക്ക് വിലായത്തുണ്ടോ? രാഘവന ജയിക്കാം.
വിജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ പരാജയപ്പെട്ടവരുടേത് കൂടി എഴുതി വെച്ചുകൊണ്ടാ ചെയ്തത്. ഈ കപട നാടകം രാഷ്ട്രീയക്കാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും അറിയാം. എവിടെ? പൊന്നാനിൽ ബഹുമാനപ്പെട്ട ഇ.ടി. ബഷീർ സാഹിബ് ജയിച്ചപ്പോ എന്നെ കൊണ്ടാ വിജയിച്ചത്. സ്വലാത്തായ സ്വലാത്ത് മുഴുവനും ചൊല്ലിയത്, എല്ലാ സ്വലാത്ത് മജ്ലിസുകളും നടത്തിയത്, കാന്തപുരത്തിന്റെ എല്ലാ ആഹ്വാനവും, ബുഖാരി തങ്ങളുടെ കൂട്ടുപ്രാർത്ഥനയും മറ്റുള്ളവരുടെ മന്ത്രവും കുത്തുബിയത്തും കുത്രാത്തീബും ഒക്കെ നടത്തിയത് സാക്ഷാൽ ഹുസൈൻ രണ്ടത്താണ് ജയിക്കാനാണ്. അത് ആർക്കറിഞ്ഞുകൂടാത്തത്? ഹുസൈൻ രണ്ടത്താണിക്ക് പകരം ബഷീർ സാഹിബ് വിജയിച്ചപ്പോൾ എന്നെ കൊണ്ടാ നിങ്ങൾ വിജയിച്ചത് എന്ന് പറയുന്ന ഈ നാട്യമുണ്ടല്ലോ, രാഷ്ട്രീയക്കാർ തിരിച്ചറിയണം. ഇതല്ലേ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് അടുത്ത 16 തീയതി വരികയാണ്, ദിവസം കുറച്ച് ബാക്കിയുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്തെന്ന് ഇപ്പോഴെങ്കിലും പറയണം. 17 തീയതി ആളാവാൻ വരണ്ട. 17 തീയതി വിജയിച്ചാൽ ഒരു പക്ഷെ പറയും അതെന്നെ കൊണ്ടാണ്. ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒരു ഫോണ്. എന്താ ഫോൺ ചെയ്യുന്നത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ അല്ലേ? അതെ, ഞാൻ മർക്കസ് എ പി അബൂബക്കർ മുസ്ലിയാരാണ്. എന്താ, മന്ത്രിയാകുന്നില്ലേ? അങ്ങനെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഞാൻ മാഡത്തോട് സംസാരിച്ചിട്ടുണ്ട്, നിങ്ങൾ മന്ത്രിയാകണം. മാഡത്തോടെ? ഏതായി മാഡം? സോണിയാഗാന്ധിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ മന്ത്രിയാക്കും അവര്, അതുകൊണ്ട് നിങ്ങൾ മന്ത്രിയാവണം, നിങ്ങൾ മന്ത്രിയാവുക തന്നെ ചെയ്യും. ഒരു സ്വകാര്യം പറയാം, ഇനി പരസ്യാലും കുഴപ്പമില്ല, നിങ്ങൾ മന്ത്രിയാകുന്നില്ലേ? ആകുന്നുണ്ട്, ശ്രമം നടത്തുന്നുണ്ട്, നിങ്ങൾ ശ്രമിക്കണം. ഞാൻ മാഡത്തോട് പറഞ്ഞിട്ടുണ്ട്. റെക്കോർഡ് ചെയ്ത മുല്ലപ്പള്ളിയുടെ മാത്രം പുറത്തു വിട്ടു. എന്താ കാര്യം? മുല്ലപ്പള്ളിയെ മന്ത്രിയായിട്ടുള്ളൂ, ഷാനവാസ മന്ത്രിയാൽ അത് പുറത്തു വരും. അല്ലെങ്കിലും രണ്ട് നേതാക്കന്മാർ തമ്മിൽ സംസാരിച്ച സംസാരം പുറത്തുവിടാൻ ഒരു തറ രാഷ്ട്രീയക്കാരന് കഴിയോ? പറ്റുമോ? ഏതായിരുന്നാലും, മുല്ലപ്പള്ളിയായിരുന്നാലും ആരായിരുന്നാലും മറുഭാഗത്ത് ആരാ സംസാരിക്കുന്ന ഒരു മാന്യനായ പണ്ഡിതനാണെന്ന് കാണുമ്പോൾ ആ മാന്യതക്കനുസരിച്ച് സംസാരിക്കൂല്ലേ? സ്വാഭാവികല്ലേ? ആരും പറയും. നാട് മുഴുവനും റെക്കോർഡിലേക്ക് എത്തിച്ചുകൊണ്ട് ഇപ്പിനെ കൊണ്ടുണ്ടാ എന്തുമാത്രം രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്, തെരഞ്ഞെടുപ്പ് നിങ്ങൾ ആരെ പിന്തുണ അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസീമൻ ഉസ്താദ് DC ആയല്ലോ. ഉസ്താദ് 2 ഐഡിയും പോയോ? ഏതായാലും DC ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്പസമയം കൊണ്ട് തിരിച്ചെത്തും. ഏതായാലും അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായ നല്ലൊരു ലൈവ് പ്രോഗ്രാം ആയിരുന്നു നാം കേട്ടുകൊണ്ടിരുന്നത്. കണ്ണൂർ ജില്ലയിലെ കടവത്തൂരിൽ നിന്ന് മൻസിൽ ത്വയ്ബയുടെ ഉദ്ഘാടനം, ആദ്യ വീടിന്റെ ഉദ്ഘാടനമല്ല, ശിലാസ്ഥാപനവും, അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ ജില്ലാ സമ്മേളനത്തിന്റെ
പ്രഖ്യാപനവുമായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് നേരത്തെ പാലക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ മഗ്‌രിബിന്റെ മുൻപ് ചെയ്തു എത്തിയോ? ഏതായാലും ക്ലിയർ അല്ലേ? സംസാരിക്കുന്നത് ക്ലിയർ അല്ലേ? ഏതായാലും ഞാൻ മൈക്ക് കൂടുതൽ സംസാരിക്കുന്നൊന്നുമില്ല. ഏതായാലും അസീസ് അമാൻ ഉസ്താദ് എത്തിയാൽ റിസാൻ ചെയ്യണം. നമ്മളെ മഗ്‌രിബിന്റെ സമയമായിട്ടുണ്ട്. കേൾക്കുന്നില്ലേ? അത് ഇത്രയൊക്കെ കേൾക്കുള്ളൂ. അബൂ റാഷിദ് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? അബൂ റാഷിദ് ഉസ്താദ് ഫ്രീ ആണോ? ആരെങ്കിലും മൈക്ക് കയറി കൂടുതൽ സമയമൊന്നും അതിന് മൈക്ക് എടുക്കണ്ട. ലൈവ് തന്നെ ഇൻഷാ അല്ലാഹ് എത്തും. അസീസ് അമാൻ ഉസ്താദ് DC ആയതാണ്. റേഡിയോക്കാർക്ക് നമ്മളൊന്ന് മൈക്കെടുത്ത് പറഞ്ഞെങ്കിലേ റേഡിയോ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുള്ളൂ എന്ന് മാത്രം. ഒക്കെ മൈക്ക് റിലീസ് ചെയ്യുന്നു. ലൈവ് എത്തിയിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. കേൾക്കാം. ലൈവ് ടീം പോയിട്ടുണ്ടാട്ടാ. നാട്ടില് നല്ല മഴയും ഇടിമിന്നൊക്കെ ആയിരിക്കും. ലൈവ് ടീം DC ആയിട്ടുണ്ട്. മൈക്ക് ഫ്രീ ആണ്. ഹലോ ലൈവ് ടീം, ഒരാൾ ആൻസർ കൈപൊക്കിയിട്ടുണ്ടല്ലോ. ആരാന്നത്? ഓക്കെ, മൈക്ക് എടുക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അസീസ് അമാൻ ഉസ്താദ് കേൾക്കുന്നില്ലേ? അസീസ് അമാൻ ഉസ്താദ് ആരെങ്കിലും ഒന്ന് ഓക്കെ ബോണസ് ചെയ്താണ്. എന്നിട്ട് മറ്റേ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ എത്തുന്നാല് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അരിക്കാട് ബോണസ് ചെയ്തിട്ടുണ്ട്. DC ആയതാണ്. അദ്ദേഹം അറിഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് കൊണ്ട് ഇപ്പൊ എത്തും. ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായിയുടെ അതിഗംഭീരമായ, മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രസംഗമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും ക്ലാസ് റൂമിൽ നിന്ന് പുറത്തു പോകരുത്. നല്ല പ്രസംഗമാണ്. ഈ സന്ദർഭത്തിൽ യോജിച്ച ഒരു പ്രസംഗമാണ് ബഹുമാനപ്പെട്ടവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട അസീസ് അമാൻ ഉസ്താദ് അത് നല്ല ഉഷാറായിട്ട് എത്തിച്ചു തരികയായിരുന്നു. അതിന്റെ DC ആയി പോയതാണ്. അങ്ങനെ DC ആയത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ അഡ്മിൻ സുഹൃത്തുക്കൾ. അവരെ അറിയില്ല. അപ്പൊ ഒന്ന് ബോണസ് ചെയ്താൽ മാത്രമേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഇപ്പൊ അദ്ദേഹം ഇപ്പൊ എത്തും. ബോണസ് ചെയ്തതല്ല, ക്ലാസ് റൂം രണ്ടാമത് കയറി ഇപ്പൊ എത്തുന്നതാണ്. അതുകൊണ്ട് മഴയാണ് എന്നൊക്കെ അതെടുത്ത് അറിയിക്കുന്നത്. അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റഹ്മത്താണ്. അത് തന്നെ നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ റഹ്മത്ത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അസീസ് അമാൻ ഉസ്താദ് പിന്നെ എത്തിയാൽ ഉടനെ ഹാൻഡ് റൈസ് ചെയ്യണം. നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്ക് ഒരു വിഷമം വരും എന്താണ് എന്ന്. അതുകൊണ്ടാണ് മൈക്കെടുത്തുകൊണ്ട് വിഷയം പറയാൻ കാരണം. ഇന്നതാണ് വിഷയമെന്ന്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എത്തും. ബഹുമാനപ്പെട്ടവർ DC ആയതാണ്. ഇറച്ചി തിന്നാൻ പാടുണ്ട്. ഇറച്ചി തിന്നതിന് എന്താ കുഴപ്പം? ഹലാലായ ഇറച്ചിയൊക്കെ തിന്നാനല്ലോ. ഹലാലായതൊക്കെ തിന്നാം. ആരാണ്? ദുബൈ അസീസ് അമാൻ ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്ക് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ പുതുപ്പാടി പ്രദേശത്തെ കാക്കവയൽ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കാക്കവയലിൽ അല്പസ്വല്പം ഇവർ ഭൂരിപക്ഷമുള്ള പ്രദേശമാണ്. രാഷ്ട്രീയപരമായി CPM-ന് അല്പം മെജോറിറ്റി ഉള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് കാന്തപുരത്തിന്റെ ആളുകളാണ്. മഹല്ല് അവരുടെ കയ്യിലാണ്. കാക്കവയൽ മഹല്ല് കാന്തപുരത്തിന്റെ കയ്യിലാണ്. എന്നാൽ ആ കാക്കവയൽ മഹല്ലിലെ
പള്ളിയിൽ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ കാന്തപുരത്ത് അംഗീകരിക്കാത്ത ഒരൊറ്റ മുസ്ലിമിനെയും അവർ കത്തില്ല. ഈ രൂപത്തിലുള്ള നിസ്സഹകരണം ഇതല്ലേ ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരത? SSF അംഗീകരിക്കാത്ത, കാന്തപുരം സുന്നി അംഗീകരിക്കാത്ത, അവരുടെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരൊറ്റ മുസ്ലിമിനെയും കാക്കവയൽ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ അവർ തയ്യാറല്ല. അനുമതി കിട്ടൂല കിട്ടേണ്ട നാട്ടിൽ. അതുകൊണ്ട് അവർ പുതിയ ഖബർസ്ഥാൻ വാങ്ങി. ഖബർസ്ഥാൻ അംഗീകാരം കിട്ടാതെ വന്നപ്പോൾ അവർ എന്ത് ചെയ്തു? അവർ സ്വന്തം വ്യക്തിന്റെ പേരിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്തു. സ്വന്തം വ്യക്തിക്ക് ഖബറാവാം, സ്വന്തം കുടുംബത്തിന് ഖബറാവാം, ആ തറവാട്ടുകാർക്ക് ഖബറാവാം. അങ്ങനെ വ്യക്തികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഖബർസ്ഥാനിക്ക് അനുമതി വാങ്ങേണ്ടി വന്നു. പൊതു ഖബർസ്ഥാനിക്ക് അനുമതി ഗവൺമെന്റ് കൊടുക്കാറില്ല. അതുകൊണ്ട് വ്യക്തികൾ സ്വന്തം പേരിൽ ഖബർസ്ഥാൻ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട അവസ്ഥ വരാനുള്ള കാരണം, പൊതു ഖബർസ്ഥാനായി പണ്ടേ രജിസ്റ്റർ ചെയ്യപ്പെട്ട വിശാലമായ പള്ളി ഇന്ന് കാന്തപുരത്തിന്റെ ആളുകൾ ജീവിച്ചിരിക്കുന്നെങ്കിലും അവരുടെ ആളുകൾ മരിച്ചാലും അവരുടെ അടുത്ത തലമുറ മരിച്ചാലും വീണ്ടും സ്ഥലം ബാക്കിയുള്ള ഖബർസ്ഥാനിലേക്ക് കാന്തപുരത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരൊറ്റ കുട്ടിക്കും ആരുടെ മണ്ണ് നിഷേധിച്ച നാടാണ് കാക്കവയൽ നാട്. നിഷേധിക്കാൻ നിങ്ങൾക്ക് സാധിക്കോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മെജോറിറ്റിയുള്ള മഹല്ലു സമസ്തയെ അംഗീകരിക്കാത്ത, സമസ്തയുടെ ഭരണഘടനയെ സമ്മതിക്കാത്ത, SKSSFന്റെ മെമ്പർഷിപ്പ് എടുക്കാത്ത ഒരൊറ്റ മനുഷ്യൻ മരിച്ചാലും ഞങ്ങളുടെ ഖബർസ്ഥാനിൽ കാന്തപുരത്തിന്റെ ആളുകളെ അടക്കമുള്ളവരെ മറവ് ചെയ്യില്ല എന്നെങ്ങാനും സമസ്ത തീരുമാനിച്ചാൽ മരിച്ച മയ്യത്തിനെയും കൊണ്ട് കാന്തപുരം നാട് ചുറ്റേണ്ടി വരും. എത്ര ആളെ മറിയാൻ കഴിയും നിങ്ങൾക്ക്? എത്ര ആളുകളെ നിങ്ങൾക്ക് മറവ് ചെയ്യാൻ സാധിക്കും? നിങ്ങളെപ്പോലുള്ള ആഢ്യത്വവും കിബറും, നിങ്ങളെപ്പോലുള്ള തൻപെരുമയും, നിങ്ങളെപ്പോലുള്ള നിസ്സഹകരണവും, ഞങ്ങൾ വലിയവരാണ് ഇങ്ങനെ പറയുന്ന കിബറും, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ കേരളത്തിന്റെ ഭൂമികയിൽ കാന്തപുരമേ നിങ്ങളുടെ വിഭാഗത്തിന്റെ മയ്യത്ത് വെക്കാൻ ഇടം കിട്ടാതെ നിങ്ങൾ നട്ടം തിരിയേണ്ടി വരില്ലേ? ഞങ്ങളത് ചെയ്യില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് താമരശ്ശേരി DYSPയോട് മെനിയാന് ഞങ്ങൾ വളരെ വ്യക്തമായി സംസാരിക്കേണ്ടി വന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അംഗീകാരമുള്ള രജിസ്റ്റർ ചെയ്ത പള്ളിയുണ്ട് അവിടെ. ആ പള്ളി അംഗീകരിക്കാതെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്മതിക്കാതെ ചമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് മറ്റൊരു പ്രദേശത്ത് ഇവർ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയും അവർ പോയി, പള്ളിയുമായി വേറെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പിരിഞ്ഞവർ പോയി. രണ്ടാമത് ഈ പള്ളി, തറവാട് പള്ളി പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഒരു അറബിയുടെ സഹായത്തോടുകൂടി ശ്രമിച്ചുകൊണ്ട് സർ രേഖ മുഴുവനും സമസ്തന്റെ കൂടെയാണ്. അവർക്ക് വേറെ മഹല്ലാണ്, അവർക്ക് വേറെ പള്ളിയാണ്, അവർക്ക് വേറെ മൂല്യാരാണ്, അവർക്ക് വേറെ കമ്മിറ്റിയാണ്, അവർക്ക് വേറെ ഭരണഘടനയാണ്. അവരുടെ ഭാഗം മാത്രമാണ് നോക്കുന്നുള്ളത്. ഞാനും എന്റെ കെട്ടിയോലും ഒരു തട്ടാനും എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ കാര്യം തന്നെ കഴിഞ്ഞുകൂടുന്നു. പിന്നെ ഈ മഹല്ല് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തതാണ്, ഈ പള്ളി ഞങ്ങളുടെ സമസ്തയുടെ കീഴിലുള്ളതാണ്. ഈ പള്ളി പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സവാദം ഉന്നയിക്കുന്നവർ എന്തടിസ്ഥാനത്തിലാണ്? കലക്ടറുടെ ഓർഡർ, കോർട്ട് ഓർഡർ, ഭരണഘടന, എല്ലാം വഖഫ് ബോർഡ്, എല്ലാം സമസ്തക്ക് അനുകൂലമായിട്ട് ചില ചട്ടമ്പി CPMകാരുടെ സ്വാധീനം കൊണ്ട് ആ പ്രദേശത്ത് പള്ളിയിലേക്ക് ആ പള്ളി പുനഃസ്ഥാപിക്കാൻ റോഡെടുത്ത് മാറ്റാൻ, പഴയ പള്ളി പൊളിച്ചു മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറയുന്ന കിബറുണ്ടല്ലോ, ഒരുവിധം ഞങ്ങൾ ക്ഷമിക്കും. പിന്നെ കാന്തപുരത്തിന്റെ 10,000 കുട്ടികൾ അവിടെ വന്ന് ചെറുത്തു നിന്നാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചുണക്കുട്ടികൾ പ്രതിരോധിച്ചുകൊണ്ട് ഒരു കാക്കിന്റെയും പിൻബലമില്ലാതെ അവിടെ പള്ളി സ്ഥാപിക്കും. കാണിച്ചുതരാൻ ബാക്കിയുള്ള നാളിൽ. എന്താ നിങ്ങൾക്ക് അല്പസ്വല്പം ഭൂരിപക്ഷം കിട്ടുന്നത് വേറെ ആർക്ക് ജീവിച്ചുകൂടാ? ഇവർക്ക് അല്പസ്വല്പം സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ വേറെ ആരും കഴിഞ്ഞുകൂടാ. ഇവരുടെ നിലപാട്, ഇവർക്ക് പ്രത്യേക ഒരു ശൈലി, ഈ പ്രത്യേക ഒരു സംസാരം. ഒരു മരിച്ച വീട്ടിൽ ചെന്നാലുള്ള മഹത്വമുണ്ട് അവർക്ക്. മരണപ്പെട്ട വീട്ടിൽ സന്ദർശിക്കുമ്പോൾ കാന്തപുരത്തിന്റെ പ്രമാണിത്വം കാണിക്കാമെന്നല്ലാതെ കാന്തപുരം മരിച്ച വീട്ടിൽ സന്ദർശിക്കാൻ വേണ്ടി വന്നാൽ കാന്തപുരത്തിന്റെ മഹത്വം കാണിക്കാനും അയാളുടെ തൻപെരുമ
പ്രകടിപ്പിക്കാനുമല്ലാതെ മരിച്ച വീട്ടുകാർക്ക് മഗ്ഫിറത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യോ? മൗലിദുണ്ട് അവർക്ക്, വെസ്റ്റ് മ്യൂസിക് വെച്ചിട്ട് ഏതോ ചില ശൈലിയിൽ സംഗീതം ആലപിക്കുന്ന പോലെ ഒരു കവിത. കോഴിക്കോട് ജില്ലയിലെ 5-8 സക്കാഫിമാർ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ശബ്ദം അടക്കിയിട്ട് അവർ തുടങ്ങി മൗലൂദുകയാണ്. മൗലൂദാണോ ഖൈറാണോ ചെയ്യുന്നത്? അവിടെ ഒരു ആത്മീയതയുണ്ടോ? മരിച്ച വീടാണോ? അദ്ദേഹത്തിന് മൗഫറത്തിന് എന്തെങ്കിലും കിട്ടണോ? അതൊന്നുമില്ല. ഞങ്ങളാരാ മുതല് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഈണത്തെ ചൊല്ലുകയാണെങ്കിൽ മറ്റോന്റെ താളം സമസ്തക്കാരൻ അവിടെ ഉണ്ട്. നാടൻ ശൈലിയിൽ മൗലൂദ്. ഞാൻ അവിടെ പറഞ്ഞ ഒരു മരിച്ച വീടാ. ഈ മരിച്ച വീട്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വെസ്റ്റേൺ മ്യൂസിക് വെക്കലല്ല, നിങ്ങൾ കവിത ചെല്ലലല്ല, ആഖിറത്തിലേക്ക് വേണ്ടി ആ മരിച്ച മനുഷ്യനെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് ഭക്തിയോടുകൂടി ചെല്ലണം എന്ന് പറയും. അവിടെ താൻപെരുമ, ഒരു കിബിർ, സംഘടനാ ശക്തി കാണിക്കാനും കാന്തപുരത്തിന്റെ മദഹ് പറയാനും വേണ്ടി മരണപ്പെട്ട വീടുകൾ ഉപയോഗപ്പെടുത്തുന്ന ഏർപ്പാട് അവസാനിപ്പിച്ച മതിയാകൂ. അതുകൊണ്ട് നാട്ടുകാർ സംഘടിക്കണം. പക്ഷേ അത് ആഘോഷമാക്കി മാറ്റാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഇവർക്ക് അല്പസത്തും സ്വാധീനമുള്ള സ്ഥലത്ത് വേറെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 2 സഖാഫിമാരുണ്ടെങ്കിൽ അവർ രണ്ടാളും സംസാരിക്കുന്നത് മുടി, പൊടി, ചട്ടി എന്തൊക്കെയാ സംസാരിക്കുന്നത്. മറ്റുള്ളവനെ വഷളാക്കുന്ന ഏർപ്പാട്. ഇനിയും ആയിട്ടില്ലേ? കൊണ്ടുവന്ന ചട്ടി തിരിച്ചു കൊടുത്തോ? വന്ന വണ്ടി ഇങ്ങനെ തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത്. ചട്ടി ഇവിടെ വില പോകില്ല. പൊടി കൊണ്ടുവന്നു എന്തെടുക്കാപ്പ് മോഡിയാണ്. മോഡിയെ മുഖത്തുവൽക്കരിക്കുകയാണ്. നരേന്ദ്രമോദി മോഡിയാണ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം തന്നെ മാത്രമേ ഒരു സമ്മേളനം നടത്തിയിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് എത്ര കാലം ഉണ്ടായിരുന്നു അവിടെ സമ്മേളനം നടത്താൻ? ഗുജറാത്തിൽ കാന്തപുരത്തിന്റെ സമ്മേളനം നടത്തുമ്പോൾ വിരലിൽ എണ്ണാകുന്ന ആളേ ഉള്ളൂ. സരസ്വത്തെ കാലിയായി കിടക്കുകയാണ്. ഹോട്ടലുകൾ കണ്ടുള്ള പത്രങ്ങളിലൊക്കെ മാധ്യമ കണക്കിലെടുത്ത് കൊടുക്കുകയും ചെയ്തു. കുറച്ച് ആളുകൾ ആ സമ്മേളനത്തിലെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതാരെയാണ്? നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ച ധ്യാനത്തിൽ മുസ്ലിം നാമധാരിയായ ഒരു മുസ്ലിം പണ്ഡിതനെ തീർത്തുപിടിച്ചിരുന്ന നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിൽ പ്രകടനം നടത്തുന്നു. അതേ മനുഷ്യനെ കാന്തപുരം പല സമയത്ത് ക്ഷണിച്ചു. കൊണ്ടുവന്ന ഒന്നാമത്തെ മുടിക്കും രണ്ടാമത്തെ മുടിക്കും മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്, ഹബീബായ തങ്ങളുടേതല്ല എന്ന് സമർത്ഥിക്കേണ്ട ബാധ്യതയെ സമസ്തയുടെ പ്രവർത്തകന്മാർക്കുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ചെയ്തു. പക്ഷേ പാനപാത്രം എന്ന പേരിൽ കൊണ്ടുവന്ന ചട്ടിപ്പാത്രം, ആ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് സമർത്ഥിക്കുക മാത്രമല്ല നമ്മളുടെ ഡ്യൂട്ടി. പിന്നെ അത് ആരുടേതാണ് എന്നുകൂടി പറയുമ്പോഴാണ് അതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അത് ആരുടേതാണെന്ന് പറയുമ്പോൾ അത് കിട്ടും. നിങ്ങൾ അറിയോ പാത്രം? നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണല്ലോ. നിങ്ങളെല്ലാം ചർച്ച നടത്തിയ കാര്യം. ഹസ്രജിയുടെ കയ്യിൽ റസൂലുള്ളാഹിന്റെ മുടി, അഹമ്മദ് ഹസ്രജിയുടെ കയ്യിൽ നബിത്തങ്ങളുടെ കോട്ട്, നബിത്തങ്ങളുടെ ചെരുപ്പ്, നബിത്തങ്ങളുടെ വടി, ഇതൊക്കെ എന്താ അഹമ്മദ് ഹസ്രജിക്ക് ഹോൾസെയിലായി കിട്ടിയ? ഇതൊക്കെ മൂപ്പരെ കയ്യിലുണ്ട്. കുട്ടികൾ കമന്റ് അടിച്ചു ഫേസ്ബുക്കിൽ, നാളെ വരാൻ പോകുന്നു, മർക്കസിലെത്തി. അങ്ങനെ വരും. ഇതെല്ലാം അവകാശപ്പെട്ടുകൊണ്ട് നടക്കുക. അതൊക്കെ അവിടെ വരികയാണ്. ഈ പാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന തെളിവ് അവിടെ അതിൽ കാലിഗ്രാഫി, അറബി കാലിഗ്രാഫിയിൽ എഴുതി വെച്ചത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അറബി
ലിപിയിൽ പുള്ളി ഇല്ലാത്ത കാലത്താണ് അത് ഈ പാത്രത്തിൽ പുള്ളിയോടുകൂടിയാ കടന്നു വന്നത്. ഖുൽ അഊദു റബ്ബിൽ ഫലഖ്, അതുപോലെ തന്നെ സൂറത്തുകളെല്ലാം ഉല്ലേഖനം ചെയ്യപ്പെട്ടതിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ പാത്രത്തിലോ ഒരു സ്ഥലത്തോ എഴുതി വെക്കപ്പെട്ട അറബി ലിപിയിൽ പുള്ളി കാണുകയില്ല. ുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ആ പാത്രത്തിന്റെ മധ്യഭാഗത്ത് കാണാം ഒരു സ്റ്റാർ. ഏത് സ്റ്റാർ? നമ്മൾ അർദ്ധചന്ദ്ര നക്ഷത്രത്തിന്റെ കൂടെയുള്ള സ്റ്റാർ അല്ല, അർദ്ധചന്ദ്രന്റെ കൂടെയുള്ള നക്ഷത്രമല്ല. ആ നക്ഷത്രം മുസ്ലിമീങ്ങളുടെ സിംബലാണ്. മുസ്ലിം ലീഗിന്റെ പതാകയിൽ അത് കാണാം. സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പതാകയിൽ അത് കാണാം. ലോകത്തെ ഒട്ടുമിക്ക മുസ്ലിം രാജ്യങ്ങളുടെ പതാകയിലും അത് കാണാം. ആ പതാകയിൽ അതേപോലെ തന്നെ മുസ്ലിമുകളുടെ സിംബലാണ് അർദ്ധചന്ദ്ര നക്ഷത്രം. അത് മുസ്ലിമീങ്ങളുടെ ചിഹ്നമാണ് എങ്കിൽ കുരിശ് ക്രിസ്ത്യാനികളുടെ ചിഹ്നമാണ്. ഓംകാരം ഓം എന്ന സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ചിഹ്നം അത് ക്രിസ്ത്യാനിയുടെ സിംബലാണ്. എന്നാൽ അത് ഹിന്ദുക്കളുടെ ചിഹ്നമാണ്. എന്നാൽ ലോകത്തെ സിയോണിസ്റ്റുകളുടെ യഹൂദി മതക്കാരുള്ള നക്ഷത്രം അത് ഒരു വിദ്വാന സ്ഥലത്ത് പ്രസംഗിച്ചതാ. അത് മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകനുകളുടെയും യഹൂദികളുടെയും ഷിആറുകളെ പിൻപറ്റാനല്ല, അവരുടെ ആരാധനകളെ പിൻപറ്റാനല്ല. ലഇൻ ബഖീതു ഇലാ ഖാബിൽ ലഅസുമന്ന താസിയ എന്ന അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത്, ഈ വർഷത്തിൽ നോമ്പ് നോൽക്കുന്നത് അടുത്ത വർഷത്തിൽ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ മുഹറം 9 കൂടി നോൽക്കുമായിരുന്നു എന്ന് മുഹറം 10 പറഞ്ഞതായിട്ടാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്താ മുഹറം 9 കൂടി നോമ്പ് നോൽക്കാൻ റസൂൽ കൽപ്പിക്കാനുള്ള കാരണം? മുഹറം 9 ചരിത്രത്തിന്റെ യാതൊരു പിൻബലവും ഇല്ല, മറിച്ച് അത് യഹൂദികളോട് എതിരാവുക എന്ന പോംവഴി മാത്രമാണ്. ആരാധനയിൽ യഹൂദികളോട് കോംപ്രമൈസ് അല്ല. എന്നാൽ യഹൂദിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് റസൂൽ ഹൽക്ക എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അതാ മതസൗഹാർദ്ദം. മതസൗഹാർദ്ദം ഏതെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഷിആറുകളോട് കോംപ്രമൈസ് അല്ല, അത് ആചാരങ്ങളോട് അഡ്ജസ്റ്റ്മെന്റ് അല്ല, അത് ആരാധനാ കർമ്മങ്ങളോടല്ല, അത് ശിർക്കിൽ കോംപ്രമൈസ് ഇല്ല. യഹൂദികൾ 2 ദൈവമുണ്ടെന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങൾ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ റസൂൽ ഇടപെട്ടിട്ട് 1.5 നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അത് പറയില്ല. അത് മതസൗഹാർദ്ദമല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്കെന്റെ മതം. പക്ഷെ തമ്മിൽ തല്ല് വേണ്ട. എന്നാൽ ക്രിസ്ത്യാനികളുടെ സിംബലായിട്ടുള്ള ഈ ഷഡ്ഭുജ സ്റ്റാർ, ഈ യഹൂദികളുടെ സിംബലായ ഇന്ന് സിയോണിസ്റ്റുകളുടെ ദേശീയ പതാകയിൽ, ഇന്ത്യൻ ദേശീയ പതാകയിൽ അശോക ചക്രം എത്രമാത്രം പ്രസക്തമാണോ അത്രമാത്രം പ്രസക്തമാണ് ഇസ്രയേലിന്റെ ദേശീയ പതാകയിൽ ഈ ഷഡ്ഭുജ സ്റ്റാർ. ഇസ്രയേലിന്റെ ദേശീയ പതാക എടുത്തു നോക്ക്. കുട്ടികളുണ്ടല്ലോ, നിങ്ങളൊന്ന് വെബ്സൈറ്റ് സെർച്ച് ചെയ്തോ, ഷഡ്ഭുജ സ്റ്റാർ. നിങ്ങൾ സിയോണിസ്റ്റ് സംഘടനകളുടെ ഏതെങ്കിലും ഒരു സംഘടനയുടെ വെബ്സൈറ്റ് എടുത്തോ, ഏതൊരു സിയോണിസ്റ്റ് സംഘടനയുടെയും ഏതൊരു യഹൂദി സംഘടനയുടെയും ഏതൊരു ഇസ്രായേൽ സംഘടനയുടെയും വെബ്സൈറ്റ് നിങ്ങൾ ഓൺ ചെയ്താൽ ആദ്യം നിങ്ങൾക്ക് കാണാവുന്ന ചിഹ്നം ഈ ഷഡ്ഭുജ സ്റ്റാറാണ്. ഈ ഷഡ്ഭുജ സ്റ്റാറാണ്. ഈ ഷഡ്ഭുജ സ്റ്റാർ ലോകത്ത് മുഴുവൻ ഇപ്പോൾ വാങ്ങാൻ കിട്ടും. അതരസം എബൈ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പോയാൽ കാണാൻ സാധിക്കും. ഒരു ഭാഗം മുഴുവനും ഒട്ടേറെ പുരാവസ്തുക്കളും അതുപോലെ തന്നെ ചില അലങ്കൃത സാധനങ്ങളുമെല്ലാം മാർക്കറ്റിൽ വിൽപ്പന നടത്തുന്ന സെക്ഷൻ. കുറെ ലേഡി ബാഗ്, കുറെ മൊബൈൽ ഫോൺ, കുറെ സ്പ്രേ തുടങ്ങിയ ഒട്ടേറെ ഐറ്റംസ് ഉണ്ട്. എബൈ എന്ന വെബ്സൈറ്റ് നമുക്ക് പോയാൽ കാണാം. അങ്ങനെ കുറെ അങ്ങെത്തുമ്പോ അനുബന്ധമായ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും കുറെ പാത്രങ്ങൾ. ആ പാത്രങ്ങൾ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു ഈ പാത്രം അഹമ്മദ് ഹുറജി കാണ്ടപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് റസൂലുള്ളാഹിന്റെ പാനപാത്രം എന്ന വ്യാജേന കോഴിക്കോട്ട് വെച്ചുകൊണ്ട് വിതരണം ചെയ്ത് കൊടുത്തിട്ടുള്ള, അടുത്ത റബീഉൽ അവ്വലിലും അടുത്ത ദിവസത്തിലുമായി കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളെയും കുടിപ്പിക്കും എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ആ പാനപാത്രം എബൈ എന്ന വെബ്സൈറ്റിന്റെ അനുബന്ധ ഭാഗത്തതാ നിറഞ്ഞു നിൽക്കുന്നു. അതതാ $15 രൂപക്ക് $50 അമേരിക്കൻ മാർക്കറ്റിലും ദുബായ് മാർക്കറ്റിലും ലണ്ടൻ സിറ്റിയിലും ഇത് വിൽപ്പനക്കുണ്ട്
ഉണ്ടെന്ന് പരസ്യപ്പെടുത്തുന്നു ആ വെബ്സൈറ്റിലൂടെ. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഞാനിത് പറയുമ്പോൾ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയാണ് പറയുന്നത്. അവിടെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ അറിയാൻ സാധിക്കും, ആ പാത്രവും കാന്തപുരത്തിന് അഹമ്മദ് ഹസരജി കൊടുത്ത പാത്രവും തമ്മിൽ ഒരു പുള്ളിക്ക് പോലും മാറ്റമില്ല. ഒരു പുള്ളിക്ക് പോലും മാറ്റമില്ല. ഇത് മാർക്കറ്റിൽ ഇങ്ങനെ വിൽക്കാൻ കിട്ടിയ റസൂലുള്ളാഹിന്റെ പാത്രം ലഭിച്ചത് രണ്ടും ഒത്തു നോക്ക്, ഒരു മാറ്റമില്ല. തന്നെയുമല്ല, ഇതേ പാനപാത്രത്തിന്റെ മറ്റൊരു മോഡൽ, ഇനി അതല്ലെങ്കിൽ ഇതേ പാനപാത്രം കുറച്ചു മുമ്പ് വിതരണം ചെയ്തിരുന്നു അഹമ്മദ് ഹസരജി മറ്റൊരു വിദ്വാന്. ആർക്കാണതറിയോ? ചെച്ചിനിയൻ പ്രസിഡന്റ് റംസാൻ കദരേവ്. ആരാ റംസാൻ കദരേവ്? റംസാൻ കദരേവ് ലോകത്തെ മുസ്ലിമുകളെ ഒറ്റുകൊടുക്കുന്ന മിർസാദിക്കാണ്. 2500ഓളം വരുന്ന മുസൽമാനെ കൂട്ടക്കശാപ്പ് നടത്തിയ നരമേധാവിയായ മനുഷ്യനാണ്. 2500 25,000 ചെച്ചനിയ മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്ത് ഇസ്രയേലിനും അമേരിക്കക്കും ചാനപ്പണി ചെയ്ത് കൊടുക്കുന്ന ആളാണ് ആ രാജ്യത്തിന്റെ ഭരണാധികാരി സാച്ചാ റംസാൻ കദരേവ്. ഒരു വക്ത് നിസ്കാരം ആൾക്ക് അറിയില്ല. നിസ്കരിക്കൽ പിന്നല്ലേ അറിയില്ല. ലോകത്ത് മുഴുവനും ഉലാത്തി യാത്ര നടത്തിയിട്ടും പരിശുദ്ധ കഅബയിൽ അയാൾ പോയിട്ടില്ല. റംസാൻ കദരവ് ഇസ്രായേലിന് വേണ്ടി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടും അമേരിക്കയുടെ മുമ്പിൽ വെച്ചുകൊണ്ടും ഐക്യരാഷ്ട്ര സഭയിൽ വെച്ചുകൊണ്ട് പോലും ഇൻഡയറക്റ്റായി പോലും ഇസ്രായേലിന് വേണ്ടി കൈപ്പൊക്കുന്ന ആളാണ് സാക്ഷാ റംസാൻ കദരവ്. ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കണമെന്ന് പറഞ്ഞ ഏക മുസ്ലിം ഭരണാധികാരി, ഏക മുസ്ലിം നാമധാരി റംസാൻ കദരവാണ്. ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. മുസ്ലിം മുബാറക്ക് പോലും ഒരിക്കലും പറഞ്ഞിട്ടില്ല. അമേരിക്കക്ക് പാദസേവ ചെയ്ത പല ആളുകളും ഇസ്രായേൽ അംഗീകരിക്കാൻ പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ അംഗീകരിക്കാൻ പറഞ്ഞ ഏക മുസ്ലിം ഭരണാധികാരി, മുസ്ലിം നാമധാരിയായ ഭരണാധികാരി റംസാൻ കദരവാണ്. റംസാൻ കദരേവിന്റെ വെബ്സൈറ്റ് എടുത്തോ, റംസാൻ കദരേവ് അടിച്ചാൽ കാണാം. അയാൾ അർദ്ധനഗ്നരായ നടികളുടെ കൂടെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് തിമർത്താടാറുണ്ട്. അയാൾ നടികളെ കെട്ടിപ്പിടിക്കാറുണ്ട്. പല സിനിമാ നടികളെയും വേണ്ടാത്ത പണി ചെയ്തതായിക്കൊണ്ട് അയാളെ വെബ്സൈറ്റിൽ കാണാം. റംസാൻ കദരേവ് മുസ്ലിമാണെന്ന് പറയാൻ മുസ്ലിമിന് നാണുണ്ടാവും. ആ രൂപത്തിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണ് റംസാൻ കദരേവ്. ഈ റംസാൻ കദരേവിനാണ് അഹമ്മദ് ഹസരജി ഈ പാനപാത്രം കാന്തപുരത്തിന് കൊടുക്കുന്നതിന് മുമ്പേ കൊടുത്തത്. നിങ്ങൾക്ക് കാണാം വെബ്സൈറ്റിൽ. റംസാൻ കദരേവും കാന്തപുരവും തമ്മിലുള്ള ബന്ധമെന്താ? റംസാൻ കദരേവും അഹമ്മദ് ഹസരജും തമ്മിലുള്ള ബന്ധമെന്താ? റംസാൻ കദരേവ്, അഹമ്മദ് ഹസരജി, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഈ ത്രിമൂർത്തികൾ, മൂന്നാളുകൾ ഒട്ടേറെ ഉല്ലാസയാത്ര നടത്തിയതായി നിങ്ങൾക്ക് അഹമ്മദ് ഹസരജിയുടെയോ അല്ലെങ്കിൽ റംസാൻ കദരേവിന്റെ വെബ്സൈറ്റിൽ കാണാം. മൂന്നാളുകളും ഇങ്ങനെ ഉല്ലാസയാത്ര നടത്തുക, ഒരു ഫോട്ടോക്ക് പോസ് ചെയ്യുക. മൂന്നാളും കച്ചവടൻ അഹമ്മദ് ഹസരജി, മറ്റുള്ള മുസ്ലിം വേട്ടക്കാരനും സ്ത്രീ ലംബടനുമായ റംസാൻ കദരേവ്. ഏത് കളറോട് ചേർത്ത് വെച്ചോ. ഈ മൂന്ന് വ്യക്തികളും തമ്മിലുള്ള ചങ്ങാത്തമെന്താ? അഷ്റഫുൽ ഖൽഖിനെ വെച്ചുകൊണ്ടാണ് കളിക്കുന്നത്. റസൂലുള്ളാഹിന്റെ പേരിലാണ് പാനപാത്രം. ഈ മൂവർ സംഘം ഈ നാട്യവും കോടികൾ തുലക്കാൻ വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ കേൾക്കണോ? ഇസ്രായേലിന്റെ ഒരു ചാര സംഘടനയുടെ വെബ്സൈറ്റ് കാണാം. ഇസ്രായേലിന് വേണ്ടി പറയുമ്പോൾ ഇസ്രായേലിന്റെ ചിഹ്നമുള്ള പാത്രം തന്നെയാണല്ലോ കൊടുക്കുക. ഇസ്രായേലിന്റെ വെബ്സൈറ്റിൽ കാണാം, ഇന്ത്യയുടെ അടുത്ത് നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതായാലും പ്രധാനമന്ത്രി ആദ്യഘട്ടത്തിൽ നരേന്ദ്രമോദി ആവില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാകണം? ഇസ്രായേൽക്കാർക്ക് ആവില്ല ചുക്കാന്തി. ആരാവണം? അത് നരേന്ദ്രമോദി ആവില്ല. നരേന്ദ്രമോദി ഏറ്റവും ശക്തനായ പ്രതിപക്ഷ നേതാവായി വരും. തെരഞ്ഞെടുപ്പ് നിലവിൽ മുന്നണി അധികാരത്തിൽ. എന്നാൽ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ ശക്തനായ പ്രധാനമന്ത്രിയായി അതിശക്തനായിക്കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരും. നരേന്ദ്രമോദി ഭരിക്കും. പിന്നെ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ, ഇടക്കാലത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അതിശക്തനായ ഭൂരിപക്ഷത്തോടുകൂടി പ്രധാനമന്ത്രിയാകും. അയാൾ ദീർഘനാളോളം ഇന്ത്യ ഭരിക്കും. ആ ഭരണകാലഘട്ടത്തിൽ
ഗുജറാത്തിൽ നടത്തിയ പരിഷ്കരണം പോലെ ഇന്ത്യയിൽ ആകമാനം നരേന്ദ്രമോദി നടപ്പാക്കും. വംശഹത്യ പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഇസ്രയേലിന്റെ സ്വപ്നാണ്. ഇസ്രയേൽക്കാരുടെ ആഗ്രഹമാണ് നരേന്ദ്രമോദി വന്നാൽ തിരക്കിടില്ല. എന്നാൽ അതേ ഇസ്രയേലിന്റെ ആഗ്രഹം നരേന്ദ്രമോദി വരണമെന്നാണെങ്കിൽ ഈ നരേന്ദ്രമോദിയെ പിന്തുണക്കാൻ വേണ്ടി ഇസ്രയേലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറും റംസാൻ ഖദറും അഹമ്മദ് ഖദർജിയും. ഇസ്രായേലിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വരേണ്ടത് ഇസ്രായേലിന്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെട്ട മുസ്ലിം സമുദായത്തെ വേട്ട നടത്തിയ നരേന്ദ്രമോദിയെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് എതിർപ്പുള്ളവനല്ല എന്നവതരിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയെ കാന്തപുരം പിന്തുണക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുടനീളം പത്രക്കാർ ചോദിച്ചു കാന്തപുരത്തോട് നരേന്ദ്രമോദി പറഞ്ഞു, നരേന്ദ്രമോദി ഒറ്റപ്പെടുത്താൻ മതേതര സംഘടനകളെ ശക്തിപ്പെടുത്തണം, നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കാൻ ശ്രമിക്കണം. എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സംഘടനകളും അങ്ങനെ പറഞ്ഞത്. കാന്തപുരത്തോട് ചോദിച്ചപ്പോൾ എന്താ അവർ പറഞ്ഞത്? നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കാണുന്ന പോലെയാണ് ഞങ്ങൾ അദ്ദേഹത്തെയും കാണുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയാൽ എന്താ, ആയില്ലെങ്കിൽ എന്താ? നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയാൽ ഞങ്ങൾ അയാൾ കൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടണം. അതുകൊണ്ട് ഭരണകർത്താവ് എന്ന നിലയിൽ നരേന്ദ്രമോദിയെ അംഗീകരിക്കേണ്ടി വരും. ആരാണ് നരേന്ദ്രമോദി? നരേന്ദ്രമോദി കാന്തപുരത്തിന് അറിയില്ലേ? ഗുജറാത്തിന്റെ പാവപ്പെട്ട മുസൽമാനെ തെരുവിതിരി വെച്ചുകൊണ്ട് വെട്ടിക്കൊന്ന ചുട്ടുചാമ്പലാക്കിയ നരേന്ദ്രമോദി മുസ്ലിമായ ഒരു MP-യെ ജീവനോടെ തന്തൂറി വെട്ടിച്ചുടുന്ന അടുപ്പിലിട്ടുകൊണ്ട് ജീവനോടെ ചുട്ടുകൊന്ന നരേന്ദ്രമോദി ഒരു പ്രദേശം ഏകദേശം 350ഓളം വരുന്ന മുസ്ലിമീങ്ങൾ ഒരു വീട്ടിൽ നിന്നുകൊണ്ട് ഒരു ഗ്രാമപ്രദേശം കൊണ്ട് ആട്ടിപ്പുറത്താക്കി ഒരു പ്രദേശത്തെ കുടിയിൽ കൊണ്ടുപോയി തള്ളി. ജീവനുണ്ടെന്നേ അവർക്കുള്ളൂ. ഓടിക്കിടച്ച് തളർന്നവർ വെള്ളം കഴിയുന്നു. ഒരു പ്രദേശത്ത് ഒരു കുടിയിൽ കല്ല് വെട്ടി ഒഴിവാക്കിയ വലിയൊരു കുഴി, ആ കുഴിയില 350 മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി അവരെ അടക്കം ചെയ്തത്. അവർ നിന്നവിടെ. എന്നിട്ട് അവർക്ക് എഴുന്നേറ്റ് ഓടാൻ പറ്റുന്നില്ല. നരേന്ദ്രമോദിയുടെ ബജരംഗ് ദൾ എന്തായത്? പെട്രോൾ ടാങ്ക് നിറച്ച പെട്രോൾ നിറച്ച ടാങ്കർ ലോറി കൊണ്ടുവന്ന് പമ്പിച്ചു അവരുടെ ദേഹത്തേക്ക് പെട്രോൾ നന്നായി പമ്പ് ചെയ്തു. എന്നിട്ട് ദൂരെ നിന്നുകൊണ്ട് ടാറിന് എത്തിക്കൊടുത്തത്. വാഹനത്തിന്റെ ടയർ, ഒരു ടയർ മാത്രം തീ കൊടുത്തിട്ട് ഉരുള തീപ്പന്തം താമസം തേജിയ നരണം തപസ്സിരുന്ന നരേന്ദ്രമോദിയുടെ മുസ്ലിമീങ്ങൾക്കുള്ള ശാപം മാറുകയില്ല. ഒരു പ്രദേശത്ത് വീട്ടിലേക്ക് ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോ എല്ലാവരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഓടാൻ ജീവന് കൊണ്ടോടുന്ന സമയത്ത് 8 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ ഓർത്തൻ മോഡിയുടെ ബജരംഗ് ദൾ ചെയ്തത് എന്താ? ആ സ്ത്രീയുടെ അടിവയറ്റില് തൃശൂലം കൊണ്ട് കുത്തി ഒന്ന് കറക്കി കുഞ്ഞിനെ പുറത്തെടുത്തു. കുഞ്ഞിനെ തുരന്ന് പുറത്തെടുത്തു. എന്നിട്ട് തൃശൂലത്തിൽ നാട്ടി കയ്യിൽപ്പെടുന്നുകൊണ്ട് പിടക്കുന്ന പരലി പിടക്കുന്ന പോലെ തൃശൂലത്തിൽ കിടന്നുകൊണ്ട് ആ പിഞ്ചോമനെ കുഞ്ഞു പിടച്ചു. ജീവനുള്ള കുഞ്ഞു എങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് വാരെ പൊട്ടിപ്പൊളർന്ന് രക്തം ചീറ്റിത്തെറിക്കുന്ന സന്ദർഭത്തിലും കുഞ്ഞിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉമ്മയുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത് മരണപ്പെട്ട ഈ മയ്യത്താണെങ്കിൽ ആ മയ്യത്ത് മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരയുമ്പോ ആ ഉമ്മയെയും മരിച്ച കുഞ്ഞിനെയും ജീവനോടെ മണ്ണെണ്ണൊടിച്ചുകൊണ്ട് ചുട്ടു കൊന്നവനാ നരേന്ദ്രമോദി. നിഷേധിക്കാൻ കഴിയില്ല. 10,000 നേതാക്കന്മാർ നരേന്ദ്രമോദിയുടെ ഗുജറാത്തിന്റെ മഹത്വം പാടി പറഞ്ഞാലും ഈ നരഭോജി അംഗീകരിക്കാൻ മുസ്ലിമിന് കഴിയില്ല. ഇന്ത്യൻ മതേതര മനസാക്ഷിക്ക് സാധ്യമല്ല. ആ രൂപത്തിലുള്ള നരനായിട്ട് നടത്തിയ ആളാണ് നരേന്ദ്രമോദി. ഖുതുബുദ്ദീൻ അൻസാരി എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് 2 കൈയും ചേർത്ത് വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന രംഗം ഗുജറാത്തിന്റെ ഇരയുടെ സിംബലായി നിങ്ങൾ സകല ഫോട്ടോയിലും കണ്ടില്ലേ? നമുക്ക് മറക്കാറായോ? കാലം എത്ര മായ്ച്ചു കളയണോ? ഖുതുബുദ്ദീൻ അൻസാരി പൊറുക്കുമോ നമ്മോട്? പാവപ്പെട്ട മുസൽമാൻ പൊറുക്കുമോ നമ്മോട്? ഗർഭിണിയായ ആ സ്ത്രീ പൊറുക്കുമോ നമ്മോട്?
ബന്ധു മരിച്ച 2500 ഔദ്യോഗിക കണക്ക് പ്രകാരം ചുട്ടിച്ചാമ്പലാക്കപ്പെട്ട മുസൽമാൻ പൊറുക്കുമോ നമ്മോട്? എന്നിട്ടാ നരേന്ദ്രമോദിയിൽ നിന്നുകൊണ്ട് 5 കോടി കാന്തപുരം സ്വീകരിച്ചു. പൈസ കാന്തപുരം എത്ര റുപ്യ വാങ്ങി നരേന്ദ്രമോദിയുടെ അറിയങ്ങൾ? 5 കോടി. ഞാനിത് പറയുന്നത് കേവലം ഒരു കടവത്തൂർ പ്രദേശത്ത് വെച്ചുകൊണ്ടല്ല. കേരളത്തിലുടനീളം അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് നയിച്ചിട്ടുള്ള വിമോചന യാത്രയിൽ കാസർകോട്ട് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ പറഞ്ഞപ്പോ ഇന്ന് വരെ ഒരാൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഇത് ലൈവായി ലോകത്ത് മുഴുവനും കാണുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വ്യക്തമായി പറയുന്നു, നരേന്ദ്രമോദിയിൽ നിന്നുകൊണ്ട് കാന്തപുരം 5 കോടി രൂപ കൈപ്പറ്റി. ഞങ്ങൾ ഈ സ്ഥലത്ത് പറഞ്ഞപ്പോ എന്താ അവന്റെ മറുപടി എന്നറിയോ? പൈസ വാങ്ങിക്കണകൾ ചെലവാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ നഷ്ടം? കൊലച്ചോറ്. മുസ്ലിമീങ്ങൾ ഒറ്റ കൊടുത്ത നരേന്ദ്രമോദിക്ക് എന്താ 5 കോടി കൊടുക്കേണ്ട കാര്യം എന്നറിയോ? അടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിമീങ്ങൾ ഫണ്ട് വാങ്ങിയ കണക്ക് എല്ലാ ഭാഗത്തും കൊടുക്കണം. അമേരിക്ക വിസ നിഷേധിച്ചപ്പോ നരേന്ദ്രമോദിക്ക് അമേരിക്കയുടെ മുമ്പിലും ലോകരാജ്യങ്ങളുടെ മുമ്പിലും ഐക്യരാഷ്ട്രസഭയുടെ മുമ്പിൽ കണക്ക് കൊടുക്കണം. മുസ്ലിമീങ്ങൾ എന്നെ വെറുക്കുന്നവനല്ല, മുസ്ലിം പണ്ഡിത നേതാവ്, ഇതാ യതീം കുട്ടികളെ പോറ്റുന്ന നേതാവ്, ഇതാ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ നേതാവ്, അഖിലേന്ത്യാ ജമിയത്തുലമയുടെ ജനറൽ സെക്രട്ടറി എന്റെ കയ്യിൽ കൊണ്ട് 5 കോടി കൈപ്പറ്റിയിട്ടുണ്ട്. ഞാൻ മുസ്ലിമീങ്ങളെ വെറുക്കുന്നവനല്ല എന്ന് വരുത്തി തീർത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ക്രെഡിറ്റ് നേടാൻ, മുസ്ലിമീങ്ങളുടെ മനസ്സ് നേടാൻ, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ക്ലീൻ ചീറ്റ് നേടാൻ സാക്ഷാൽ നരേന്ദ്രമോദി കളിച്ചിട്ടുള്ള നാടകത്തിന് കാന്തപുരം മിർസാദിഖിനെ പോലെ കൂട്ടുനിന്ന് കൊടുത്തതാണ്. അല്ലേ? നരേന്ദ്രമോദിക്ക് ആവശ്യമാണ് കാന്തപുരം 5 കോടി കൈപ്പറ്റൽ. ഞാനിത് വേറെ സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ ശ്രീധരൻപിള്ള എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഞാൻ ചോദിച്ചു, ശരിയല്ലേന്ന്. ശരിയാണോന്നോ പറയാനുണ്ടോ? മൂപ്പര് നിഷേധിച്ചാലോന്ന് വെച്ചു. എങ്ങനെ നിഷേധിക്കാൻ? ഞങ്ങളെ കണക്കുമായിട്ട് അങ്ങനെ നടക്കുന്നത് തെരഞ്ഞെടുപ്പിൽ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ കണക്ക് കാണിക്കാൻ പോകാണ്. മർക്കസിന് വേണ്ടി ഞങ്ങൾ കൊടുത്തിട്ടുള്ള 5 കോടി. ഞങ്ങൾ മുസ്ലിം വിരോധിയല്ല. അതിന്റെ പേരിൽ വെള്ളയിൽ യുവമോർച്ച ഫ്ലക്സ് ബോർഡ് വെച്ചു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും അതേപോലെ തന്നെ നരേന്ദ്രമോദിയുമുള്ള തമ്മിലുള്ള ബന്ധത്തിന് അഭിവാദ്യങ്ങൾ. നരേന്ദ്രമോദി കൊണ്ട് കാന്തപുരം കൈപ്പറ്റിയുള്ള ഫണ്ടിന്റെ പിൻബലം പറഞ്ഞുകൊണ്ട് മർക്കസിനെ സഹായിച്ചതിന്റെ പേരിൽ മർക്കസ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയെ കാന്തപുരത്തിന് പിന്തുണ നൽകുന്നതിന് പേരിൽ കാന്തപുരത്തിന് അഭിവാദ്യങ്ങൾ എന്നുകൊണ്ട് കോഴിക്കോട് സിറ്റിയിലെ കടപ്പുറത്തുള്ള വെള്ളയിൽ ശാഖ യുവമോർച്ച ഫ്ലക്സ് ബോർഡ് വെച്ചില്ലേ? എന്നാ നിങ്ങൾക്കൊന്ന് കേസ് കൊടുക്കണ്ടേ? നിങ്ങൾ അവിടെ സമീപിക്കണ്ടേ? നരേന്ദ്രമോദിയെ കാന്തപുരം പിന്തുണച്ചു എന്നത് വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബോർഡ് വെക്കണ്ട. നിങ്ങൾ തയ്യാറായില്ല. നിങ്ങൾക്ക് നരേന്ദ്രമോദി ആവശ്യമാണ്. മുസ്ലിം സമുദായത്തെ കുറ്റിക്കൊടുത്താലും വേണ്ടില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണം. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. ഇവിടെ എന്തായാലും കുഴപ്പമില്ല, ആര് ഭരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങളെ കാര്യങ്ങൾ നടന്നു പോയാൽ മതി. ഇതല്ലേ കാന്തപുരത്തിന്റെ ലൈൻ? ആദർശമില്ലേ? ആത്മാഭിമാനമില്ലേ? അന്തസ്സില്ലേ? ആശയമില്ലേ? ഇതൊക്കെ അടിയറ വെച്ചുകൊണ്ട് ഇത്തരം മുസ്ലിം വിരോധികളുടെ മുമ്പിൽ അടിയറ വെക്കാനുള്ള കാന്തപുരത്തിന്റെ ശ്രമത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണ്ടേ? നരേന്ദ്രമോദിയോട് സംബന്ധിച്ച് പത്രക്കാർ ചോദിച്ചപ്പോ മറുപടി ഇതാ, പൈസ വാങ്ങുക മാത്രമാണോ? അയാളുടെ എല്ലാ ആനുകൂല്യവും ഗുജറാത്തിലെ മുസ്ലിം സംഘടനക്ക് എല്ലാ ഫണ്ടും കൊടുത്തിട്ട് കാന്തപുരത്തിന് എല്ലാ ഫണ്ടും ഗുജറാത്തുകാർ കൊടുത്തിട്ട് അവിടെ സമ്മേളനം നടത്തിയത്. എന്നിട്ട് കാന്തപുരം പ്രസംഗിച്ച് നടക്കുക കാന്തപുരത്തിന്റെ ആളുകൾ. ഗുജറാത്തിലെ ഞങ്ങളുടെ സമ്മേളനത്തിന് ഗുജറാത്തുകൾ തന്നെ പിന്തുണ തന്നിരിക്കുകയാണ്. ഗുജറാത്തിൽ ഒരു പ്രശ്നവും ഇല്ല. ഗുജറാത്തിലെ മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണ്. ഗുജറാത്തിലെ മുസ്ലിമീങ്ങൾക്ക് സമ്മേളനം നടത്താനുള്ള അവസരം ആ ഗവൺമെന്റ് ചെയ്തു തന്നിരിക്കുന്നു. ഗുജറാത്ത് ഗവൺമെന്റ് ചെയ്തിരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദി കാണിക്കുകയാണ്. ഇതും ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ്. എന്താ അതിന്റെ ഉദ്ദേശമോ? ഇവരെ വെച്ചിട്ട് എങ്ങനെ ഈ സമുദായത്തിൽ നന്മ ചെയ്തു എന്ന് പറയാൻ സാധിക്കുക? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്, കാന്തപുരത്തെ സംബന്ധിച്ചുകൊണ്ട് അയാൾ ഇസ്ലാമിനെ ഒറ്റുകൊടുക്കുന്ന മിർസാദിഖാൻ. മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, ഇതാ സിയോണിസ്റ്റ് ഏജന്റാണ് കാന്തപുരം എന്ന്. സിയോണിസ്റ്റ് ഏജന്റ്. അന്ന് സിയോണിസ്റ്റ് ഏജന്റ് എന്ന് പറഞ്ഞപ്പോ ഇത്രമാത്രം ബഹുമാനപ്പെട്ടവരുടെ പ്രവചനം പുലരുമെന്ന് നമ്മൾ കണ്ടിട്ടുന്നില്ല. ഇതാ സിയോണിസ്റ്റുകാർക്ക് വേണ്ടി കാന്തപുരം നടത്തി കൊടുക്കുന്ന ഏർപ്പാട്. റംസാൻ കദ്രവ്, അഹമ്മദ് ഹസ്രജി, കാന്തപുരം, അതേപോലെ തന്നെ ഇസ്രായേൽ, നരേന്ദ്രമോദി, ഈ കൂട്ടുമുന്നണി ഇസ്ലാമിക ശത്രുക്കളാണ്. ഇസ്ലാമിക ശത്രുക്കളാണ്.
ഇസ്രായേലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര രാജ്യം. മൊസാദാണ് ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടന. മൊസാദ് ഇസ്രായേലിന്റെ സംഘടനയാണ്. മൊസാദ് ജൂതന്മാരുടെ സംഘടന. മൊസാദിന് ഇന്ത്യ രാജ്യത്ത് വേരോട്ടമുണ്ട്. മൊസാദ് ഇന്ത്യയിലെ ഓരോ മനുഷ്യനും ശ്വസിക്കുന്ന ശ്വാസത്തിന്റെ അളവ് പോലും മൊസാദിൽ റെക്കോർഡാണ്. ആ രൂപത്തിൽ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സംഘടനകളുടെ പ്രവർത്തനം പച്ച കൊപ്പിയെടുക്കുന്ന റഡാറുമായി ഇന്ത്യ ചുറ്റുന്ന ചാരനാണ് സാക്ഷാൽ മൊസാദ്. ആ മൊസാദിന്റെ ആഗ്രഹമാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരിക എന്നത്. ആ നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കേണ്ട കാന്തപുരം മൊസാദിന്റെ ചാരപ്രവർത്തനം നടത്തുന്നോ എന്ന് സംശയിച്ചു പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇവരുടെ നാട്യം തിരിച്ചറിയണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്തസ്സോടെയും അഭിമാനത്തോടെയും കൂടി മുന്നോട്ട് പോവുകയാണ്. ആ നാളുകളാണ് എല്ലാ കാലഘട്ടങ്ങളിലും കേരളം കണ്ടിട്ടുള്ളത്. വരും നാളുകളിൽ തന്നെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറയട്ടെ, അടുത്ത ഓഗസ്റ്റ് 1-ാം തീയതി സുപ്രഭാതം എന്ന പത്രം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രം, അത് രംഗത്ത് വരാൻ പോവുകയാണ്. നീണ്ട സർക്കുലേഷൻ, എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കൊണ്ടാണ് ഇതിന്റെ വരിക്കാർ ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മദ്രസ ഏരിയയിൽ 40 ആളുകൾ വീതം എന്നാണ് ടാർഗറ്റ് ഇട്ടത്. പക്ഷേ 50ഉം 600ഉം 110ഉം ഒക്കെ. ബഹുമാനപ്പെട്ട സി മോയിൻകുട്ടി സാഹിബിന്റെ മഹല്ലായ അണ്ടോണ മഹലിൽ 110 ചേർത്തിരിക്കുന്നു. മോയിൻകുട്ടി സാഹിബ് അടക്കമുള്ള ആളുകൾ ഇതിലൊക്കെ മുന്നോട്ട് വരിക. എല്ലാവരും മുന്നോട്ട് വരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഖപത്രമായ ഈ പത്രം പ്രചരിപ്പിക്കാൻ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് ഇതിന്റെ വരിക്കാരനായി ചേർന്നിരിക്കുന്നു. ആദ്യത്തെ ഫണ്ട് നൽകിയത് പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അപ്പൊ ചില ആളുകള് ഇത് പറഞ്ഞപ്പോ വെബ്സൈറ്റിലും മറ്റ് യൂട്യൂബിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ വിടുക. എന്താ പറയുന്നത്? ചന്ദ്രികക്ക് പാരയാണ്. ഞങ്ങൾ അങ്ങനെ ഒരു പത്രത്തിനും പാരയല്ല. ചന്ദ്രിക പത്രത്തിന് ഒരുപക്ഷെ ചിലപ്പം പിന്തുണയായിരിക്കും. കാരണം ചന്ദ്രിക പറയേണ്ട ചില കാര്യങ്ങൾ സുപ്രഭാതം പറയും. ഒരു കാലഘട്ടത്തിൽ ഇവിടെ വളഞ്ഞു വെച്ചുകൊണ്ട് ചന്ദ്രയെ ആക്രമിച്ചവരുണ്ട്. ആരുണ്ടായിരുന്നു ഇവിടെ അവർക്ക് പിന്തുണ കൊടുക്കാൻ? 5ാം മന്ത്രിസ്ഥാനം ഒരു മന്ത്രിക്ക് കിട്ടിയപ്പോൾ, അലി സാഹിബിന് കിട്ടിയപ്പോ, മുസ്ലിം വിരോധികൾ മുഴുവനും ഇവിടെ കടുകനെ പോലെ റോഡ് ചുറ്റി നടത്തുന്ന മുസ്ലിമിന്റെ ഒരു റാന്തലിറച്ചിക്ക് വേണ്ടി ചന്ദ്രികയെ കുത്തിമുറിച്ച് വലിച്ചെറിഞ്ഞപ്പോ ഒരു മുസ്ലിം പത്രം ആ വരികൾക്കിടയിലെങ്കിലും ചന്ദ്രികയുടെ ഭാഷയ്ക്ക് പിന്തുണ കൊടുക്കാനുണ്ടായോ? മുസ്ലിം ആയതിന്റെ പേരിൽ ഒരു മുസ്ലിം മന്ത്രിക്ക് സ്ഥാനം കിട്ടിയപ്പോ 5ാം മന്ത്രിയായപ്പോൾ ആകാശം ഇടിഞ്ഞു വീഴ. എല്ലോനും ചെന്നിത്തലയും വടക്കേത്തലയും ഒക്കെ എല്ലോനും അണ്ടനും അടകോടനൊക്കെ ഒരു ശൈലിയാ. മുസ്ലിങ്ങൾക്കൊന്നും കിട്ടാൻ പാടില്ല, അതൊന്നും പാടില്ല. അത് പറഞ്ഞുകൊണ്ട് ചന്ദ്രികയെയും കുത്തിവെറിഞ്ഞപ്പോ ഒരു മുസ്ലിം പത്രവും പിന്തുണയും കൊടുത്ത് മുന്നോട്ട് വന്നിട്ടില്ല. ഒന്നെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു കൈ നോക്കാം. അവിടെയാണ് സുപ്രഭാതം മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരാൻ പോകുന്നത്. ഒറ്റക്കല്ല, ഞങ്ങളുമുണ്ട് കൂടെ എന്ന് സുപ്രഭാതം വിളിച്ചു പറയാൻ പോവുകയാണ്. ഇനിയോ ഇവിടുത്തെ നാരായണ പണിക്കർ എന്ന് പറയുന്ന മാടമ്പി, NSSന്റെ സവർണൻ, അവന്റെ വിചാരം ഞാനാണ് ഈ ഉത്തരം താങ്ങുന്നത്. അത് പണ്ട് പല്ലിക്ക് തോന്നിയിരുന്നു ഞാൻ തരക്കേടില്ല. കേരളത്തിന്റെ ഭരണം നിലനിർത്തുന്നത് ഞാനാണ് എന്ന് പറയുന്ന സവർണ മേധാവി മാടമ്പി നാരായണ പണിക്കർ. ആ നാരായണ പണിക്കരുടെ ഈ ഗീർവാണ പ്രസംഗം കുറെ നീണ്ടപ്പോ ചന്ദ്രിക തോന്നി ഒരു എഡിറ്റോറിയൽ കൊണ്ടൊന്ന് കൊട്ടാം. ചന്ദ്രിക നന്നായി ആഞ്ഞടിച്ചു, നല്ല വർത്തമാനം പറഞ്ഞു. പക്ഷെ പിന്നെ ചില സമ്പന്ന അമ്പുരാക്കന്മാർ കണ്ണുരുട്ടിയപ്പോ ചന്ദ്രിക മാപ്പ് പറഞ്ഞു. അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് എന്റെ അഭിപ്രായം. പറയുന്നിടത്ത് ഉറച്ചു നിന്നാ മതി. ഇവിടെ എന്താ ബന്ധമൊന്നും തകരില്ല. നാരായണ പണിക്കർ ആരാ? സവർണ തമ്പുരാൻ ആരാ? കോൺഗ്രസിനെ അല്ല വിമർശിച്ചത്, ചെന്നിത്തലയല്ല വിമർശിച്ചത്, ഉമ്മൻചാണ്ടി അല്ല വിമർശിച്ചത്, മാടമ്പി രാഷ്ട്രീയത്തെയാ വിമർശിച്ചത്. എപ്പോഴും UDFന്റെ മന്ത്രിസഭക്കും തലവേദനയാകുന്ന നാരായണ പണിക്കറെ ഒരു കൊട്ട് ചന്ദ്രിക കൊട്ടി. അത് കൊട്ടിയപ്പോ പിന്നെ ചന്ദ്രികക്കെതിരെ പല ആളുകൾ തിരിഞ്ഞു. എന്നാൽ സുപ്രഭാതം ഒരു മാടമ്പിയുടെ വർത്തമാനം പറഞ്ഞാലും ഒരക്ഷരം മാപ്പ് പറയുന്ന ഗതികേട് സുപ്രഭാതത്തിനുണ്ടാവില്ല. മാടമ്പിമാരെ നിലക്ക് നിർത്തും ഞങ്ങള്. ഇവിടുത്തെ അബ്കാരി കോൺട്രാക്ടർ വെള്ളാപ്പള്ളിയെ നിലക്ക് നിർത്താൻ പത്രം വേണ്ടേ? മുസ്ലിം പക്ഷത്ത് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും. എന്നാൽ തേജസ്സുകാരന്റെയും അതേപോലെ തന്നെ മാധ്യമക്കാരന്റെയും ഫിത്നക്കൊരു പിന്തുണ കൊടുക്കാനും സുപ്രഭാതമുണ്ടാവില്ല. വരാൻ പോകുന്നൊരു സുപ്രഭാതമുണ്ട്. അന്തസ്സോടുകൂടി വിളിച്ചു പറയും.
അഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിൽക്കും. നട്ടല് നിവർത്തി ചില കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയാൻ ഒരു സുപ്രഭാതം ഇവിടെ ഉണ്ടാകണം. അതുകൊണ്ട് ചന്ദ്രിക വായിക്കുന്നവർ ഒരു സുപ്രഭാതം കൂടി, 10 പത്ര മനോരമ വായിക്കുന്നവർ ഒരു സുപ്രഭാതം കൂടി, മറ്റു പത്രങ്ങൾ വായിക്കുന്നവർ ഒരു സുപ്രഭാതം കൂടി ഉണ്ടാവട്ടെ. നമ്മുടെ ജിഹ്വ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സോടെ ഉണ്ടാകണം. അതുകൊണ്ട് 1-ാം തീയതി ഒരു പുതിയ സുപ്രഭാതം പുലരാൻ പോവുകയാണ്. മലയാള മനോരമ പത്രത്തിന്റെ മുദ്രാവാക്യം തിരുത്തിക്കൊണ്ടായിരിക്കും ആ അരുണോദയം. മനോരമയുടെ പ്രമേയം എന്താ? കേരളത്തിന്റെ സുപ്രഭാതം. അത് തിരുത്തും മനോരമ. മുത്തശ്ശിപ്പത്രം തന്റെ പ്രമേയം തിരുത്തിക്കും സുപ്രഭാതം. കാരണം ഞങ്ങളുടെ പേരാണത്. അതിന് മനോരമ ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ ഇനി ബലം നൽകിയുള്ളൂ. അതുകൊണ്ട് മനോരമ പോലും ഇനി മാറി ചിന്തിക്കേണ്ടി വരും. കേരളത്തിൽ 2 പത്രത്തിന് മാത്രമേ 8 കളറിൽ എഡിഷനുകളുള്ളൂ. 8 കളറിൽ അടിക്കുന്ന 2 പത്രമേ ഉള്ളൂ. അത് 2 മുത്തശ്ശി പത്രമാണ്. ഒന്ന് മനോരമയും മറ്റൊന്ന് മാതൃഭൂമിയും. 3-മതൊരു പത്രം 8 കളറിൽ 8 പേജിൽ കളറോടുകൂടി 5 എഡിഷനിൽ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി കേരളത്തിൽ സുപ്രഭാതം മാത്രം പുലരാൻ പോവുകയാണ്. 5 എഡിഷനുകളിലായിക്കൊണ്ട് 8 പേജിൽ കളർ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിനുവേണ്ടിയാണ് കഴിഞ്ഞ നവംബർ 1-ന് പിറക്കുമെന്ന് പറഞ്ഞപ്പോ ഒന്ന് പിറകോട്ട് പോയത്. ഒരു കുളം അപ്പുറം ചാടണം. വക്കത്ത് വന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ചാടിയാൽ ഒരുപക്ഷെ കുളത്തിനപ്പുറം എത്തൂല എന്ന് കണ്ടപ്പോ ഓട്ടക്കാരൻ 2 അടി പിറകോട്ട് വന്നു. ഒരു ശക്തമായി ഓടാൻ, കുളം അപ്പുറം കടക്കാൻ, മാടമ്പിമാരെ കവച്ചു വെക്കാൻ, മുത്തശ്ശിമാരെ കവച്ചു വെക്കാൻ, ഇവിടെ പല ആളുകളെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ 2 അടി പിറകോട്ട് ഞങ്ങൾ നടക്കും. ഞങ്ങൾ 1-ാം തീയതി ചാടും. ആ സമയത്ത് ഫിനിക്സ് പോയിന്റ് കടക്കും. എല്ലാവരെയും കടത്തിവിട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ പാണക്കാട് ഹൈദർ ശിഹാബ് തങ്ങൾക്ക് കരുത്തേക്കുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഗമത്തിന് നന്ദി ആശംസിച്ചുകൊണ്ട് ഷംസുൽ ഉലമ ഇസ്ലാമിക് സെന്ററിന്റെ സെക്രട്ടറി ജനാബ് മഹ്മൂദ് പറമ്പത്ത് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു.